Sing thank you, Jesus. 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 Everyone. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. One more time. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 ജനങ്ങൾ മാത്രം Hallelujah. Hallelujah. ഉറക്കെ പാടാം. Hallelujah. 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 Let us lift up our hands. നമ്മുടെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിക്കാം. And let us pray. നമുക്ക് ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കാം. Heavenly Father, we thank you for bringing us together in your presence. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നതിനായി അങ്ങേക്ക് നന്ദി. And we are here, Lord, with great expectation from you. കർത്താവേ, ഇന്ന് വലിയ പ്രതീക്ഷകളോടെ ഞങ്ങൾ അങ്ങയുടെ മുൻപാകെയായിരിക്കുന്നു. And Lord, we know that you will move in a wonderful way tonight. കർത്താവേ, ഞങ്ങളുടെ നടുവിൽ അങ്ങേക്ക് വളരെ അത്ഭുതകരമായ വിധത്തിൽ പ്രവർത്തിക്കുവാൻ ചലിക്കുവാൻ സാധിക്കുന്നു. You will heal every broken heart. ഓരോ തകർന്ന ഹൃദയങ്ങളെയും അങ്ങ് സൗഖ്യമാക്കണമേ. And Lord, you will heal every memory, wounds in the memory. അപ്പോൾ തന്നെ കർത്താവേ, എല്ലാ ഓർമ്മകളിലുള്ള മുറിവുകളും കർത്താവേ അങ്ങേക്ക് സൗഖ്യമാക്കാൻ കഴിയുമല്ലോ. You will also heal every body that are sick, oh Father. അപ്പോൾ തന്നെ കർത്താവേ, ശരീരത്തിൽ രോഗം അനുഭവിക്കുന്ന ഓരോ ശരീരങ്ങളെയും അങ്ങ് സൗഖ്യമാക്കണമേ. Thank you, Jesus. നന്ദി കർത്താവേ. Next 60 seconds, I request all of you to lift your hands and pray to the Lord your most important needs in your life. അടുത്ത 60 മിനിറ്റ് സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഞാൻ നൽകുകയാണ്. You can lift your voices and pray.
ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും your most important needs in your life. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ആവശ്യങ്ങൾ. Come on, pray. Thank you, Jesus. Thank you, Jesus. We worship you, Father. Thank you, Jesus. You are the burden carrier. കർത്താവേ, നീയാണല്ലോ ഞങ്ങളുടെ ഭാരങ്ങളെ വഹിക്കുന്നവൻ. Thank you, Jesus, for touching and healing everyone. കർത്താവേ, ഓരോ വ്യക്തികളെയും അങ്ങ് തൊട്ടതിനായി സൗഖ്യമാക്കിയതിനായി Go ahead, pray. ഈ സമയത്ത് കൈകൾ ഉയർത്തി ഓരോ വ്യക്തികളായി Oh, Jesus. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും Thank you, Lord. Thank you, നന്ദി Lord. കർത്താവേ, നന്ദി You can കർത്താവേ. speak out. ഈ സമയത്ത് ശബ്ദമുയരട്ടെ. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും. Yes, Father. This is a time of corporate prayer. ഈ സമയം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Touch everyone tonight, Father. കർത്താവ്, ഇന്ന് രാത്രി ഓരോ വ്യക്തികളെയും അങ്ങ് തൊടണമേ കർത്താവേ. Thank you, Lord. Father, we transfer all our burdens into your hands. പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ സകല ഭാരത്തെയും അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. Holy Spirit, touch everyone. പരിശുദ്ധാത്മാവേ, ഓരോ വ്യക്തികളെയും അങ്ങ് സ്പർശിക്കണം. And prepare our hearts to hear from you, Lord. അങ്ങിൽ നിന്ന് കേൾക്കുവാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ കർത്താവേ. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And everybody said amen. ആമേൻ. Please be seated. ദയവായി അതത് സ്ഥലങ്ങളിൽ ഇരുന്നാലും. Amen. Can you raise Brother Damien's sound? Hallelujah. How many of you are here with a great expectancy from the Lord? കർത്താവിൽ നിന്ന് വലിയ പ്രതീക്ഷയോടെ ഇന്ന് വന്നിട്ടുള്ള എത്ര പേരുണ്ട്? അവരുടെ കൈകളൊന്ന് കാണട്ടെ. It's so nice to be with you once again. ഒരിക്കൽ കൂടെ നിങ്ങളോട് കൂടി ആയിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. And I take it a great blessing that we could see many of your faces again. നിങ്ങൾ ഓരോരുത്തരെയും വീണ്ടും കാണുവാൻ സാധിച്ചൊരു വലിയ അനുഗ്രഹമായി തന്നെ ഞാൻ And കരുതുന്നു. I know that there are some new faces also. അപ്പോൾ തന്നെ പുതിയ ചില മുഖങ്ങൾ കൂടെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. And tonight I believe the Lord is going to bless all of us together. ഇന്ന് രാത്രി നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. I think I have come to this church, I think, every year whenever I came to America. എപ്പോഴൊക്കെ അമേരിക്കയിൽ ഞാൻ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ഈ സഭയിൽ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. And Pastor Shiju, he has made it a point that somehow he drags me here. പാസ്റ്റർ ഷിജു ആണെങ്കിൽ എങ്ങനെയും എന്നെ ഇങ്ങോട്ട് വലിച്ച് പിടിച്ചുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കും. And if I have ministered in any church regularly every year, that is this church. ഓരോ പ്രാവശ്യവും വന്നിട്ടുള്ളതിൽ തുടർമാനമായി ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു സഭയുണ്ടെങ്കിൽ അത് ഈ സഭ മാത്രമാണ്. Hallelujah. Hallelujah. And I really honor and respect Pastor Shiju, Pastor Nainan. അപ്പോൾ തന്നെ പാസ്റ്റർ ഷിജു നൈനാനെ വളരെയധികം ഞാൻ The ബഹുമാനിക്കുകയാണ്. way he is working hard for the Lord. കർത്താവിന് വേണ്ടി താൻ ചെയ്യുന്ന കഠിനാധ്വാന രീതികൾ, And the way he is pastoring his flock. തന്റെ കുഞ്ഞാടുകളെ താൻ മേയ്ക്കുന്ന രീതികൾ, I really honor and hats off to you. അതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. And also I respect Reverend Nainan. അപ്പോൾ തന്നെ റെവറൻഡ് നൈനൻ And കൊച്ചമ്മ and all the dear brothers and sisters here. ഇവിടെയുള്ള എല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാരോടും. I know one thing. This local body of Christ is birthed and breathed by the Holy Spirit. ഞാനൊരു കാര്യം അറിയുന്നു, ഈ ഒരു പ്രാദേശിക ദൈവത്തിന്റെ ശരീരമായിട്ടുള്ള സഭ, കർത്താവിന്റെ ശരീരമായിട്ടുള്ള സഭ, ഇത് ഉടലെടുത്തിരിക്കുന്നത്, ഇത് ജീവശ്വാസം എടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. I know this because of the spiritual link and connection. കാരണം ഇത് ആത്മീകമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. And the Lord has given me a very, very specific message to
to give you tonight. ഇന്ന് രാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകുവാനായി കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. First we will go to the message. ആദ്യമേ തന്നെ ദൈവ സന്ദേശത്തിലേക്ക് നാം പോകും. And after the message, I love to personally pray with every individual. ഇന്നത്തെ സന്ദേശത്തിന് ശേഷമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. In the beginning days of my ministry, എന്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ I used to come and preach and disappear from the stage. ഞാൻ സാധാരണയായിട്ട് വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റേജിൽ നിന്ന് അപ്രത്യക്ഷനാകുമായിരുന്നു. That was my ministry style. അതായിരുന്നു അന്നത്തെ എന്റെ മിനിസ്ട്രി സ്റ്റൈൽ. But a few years ago, എന്നാൽ ചില വർഷങ്ങൾക്ക് മുൻപ് the Lord dealt with me. ദൈവം എന്നോട് ഇടപെട്ടു. And the Lord inspired me to pray with every person. ദൈവം എന്നോട് ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള പ്രേരണ നൽകി. And when I started doing that, അത് ഞാൻ ചെയ്യുവാനായി തുടങ്ങിയപ്പോൾ in our blessing festivals and in our meetings, I started to see long queues. നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം തന്നെ വലിയ നീണ്ട നിര ഞാൻ കാണുവാനായി തുടങ്ങി. And in our blessing festivals in Kerala and other parts of India, there is a token system. We give free tokens to manage the queue. ഈ നീണ്ട നിരയെ കൈകാര്യം ചെയ്യുവാനായിട്ട് കേരളത്തിൽ നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഫ്രീ ആയി നൽകുന്ന ഒരു നമ്പർ നൽകുന്ന ടോക്കൺ സിസ്റ്റം നമുക്കുണ്ട്. And when I started praying for people individually, ഞാൻ വ്യക്തികൾക്ക് വേണ്ടി വ്യക്തിപരമായി ഇതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ I have seen many people crying and crying. ഒത്തിരി ആളുകൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Many times when I pray for people, their tears flow through my hands, wetting my dress. ചില സമയങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുനീർ എന്റെ കൈകളിലൂടെ ഒഴുകി എന്റെ ഷർട്ട് നനയാറുണ്ട്. And the Lord convinced me one thing. ഒരു കാര്യം ദൈവം എന്നെ ഉറപ്പിച്ചു. The Lord told me, your hands are the extension of Jesus' healing hands. ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ കൈകൾ ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരങ്ങൾക്ക് വേണ്ടി നീണ്ടിട്ടുള്ള കൈകളാണ്. Hallelujah. Hallelujah. How many of you know that our hands, not only our hands, all our hands are the extension of Jesus' healing hands? യേശു കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൈകളാണ് നമ്മുടെ കൈകളെന്ന് എത്ര പേർ ഇവിടെ ഇരിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട്? Shall we lift both of our hands? നമ്മുടെ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? Father, I pray that you may touch every hand tonight. കർത്താവേ, ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും കൈകളെ അങ്ങ് സ്പർശിക്കണമേ. In Philadelphia and in the suburbs and surrounding area, Father, let these hands heal the sick. കർത്താവേ, ഇപ്പോൾ ഈ ഫിലദൽഫിയയിലും ഇതിന്റെ ചുറ്റുവട്ടത്തുമുള്ള ആളുകൾ ഇവരുടെ കൈകൾ കൊണ്ട് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Come on, people, lift your hands and dedicate and commit your hands for the Lord. ഈ സമയത്ത് കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവിന്റെ കൈകളായി തീരുവാനായി ദൈവ കൈകളിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? Can you pray a prayer in one sentence, please? ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുവാനായി തുടങ്ങിയാലും, Lord Jesus, use my hands to heal people. Come on. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, യേശു കർത്താവേ, രോഗികളെ സൗഖ്യമാക്കുവാനായി കണ്ണുനീർ തുടയ്ക്കുവാനായി എന്റെ കൈകളെ ഉപയോഗിക്കണമേ. Come on, pray. Come on, pray. പ്രാർത്ഥിച്ചാലും ഉറക്കെ പ്രാർത്ഥിച്ചാലും, യേശുവേ, എന്റെ കൈകളെ ഉപയോഗിക്കണമേ. Thank you, Father. Thank you, Father. I can see the Holy Spirit touching every finger and every hand right now. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോ കൈകളെയും ഓരോ വിരലുകളെയും തൊടുന്നത് ഞാൻ തിരിച്ചറിയുന്നു. Tonight is a special night. ഇന്ന് രാത്രി പ്രത്യേകതകളുള്ള രാത്രിയാണ്. I can see the glorious hands of Jesus coming and holding every hand that is lifted up. യേശുവിന്റെ മഹത്വത്തിൽ വസിക്കുന്ന യേശുവിന്റെ കൈകൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ വിരലുകളിലേക്ക് കടന്നു പിടിക്കുന്ന ഞാൻ കാണുകയാണ്. Spend a few more moments in prayer, please. ഈ സമയം ചില നിമിഷങ്ങൾ കൂടെ പ്രാർത്ഥനയിൽ ഒന്ന് ചിലവഴിക്കാമോ? Thank you, Father. The heavenly and the earthly
is assembling together right now. സ്വർഗീയമായതും ഭൗമികമായതും ഇതാ ഒരുമിച്ച് സമ്മേളിക്കുന്ന സമയമാണിത്. A heavenly hand is touching the earthly hands. നോക്കൂ, സ്വർഗീയമായ കൈകൾ ഇതാ ഭൗമികമായ കൈകളെ തൊടുന്ന സമയമാണിത്. The supernatural hand is touching every natural hand. ഓ, അമാനുഷികമായ കരങ്ങൾ ഇത് മാനുഷികമായ കൈകളിൽ ഇത് സ്പർശിക്കുന്ന സമയം. Thank you, Lord. നന്ദി കർത്താവേ. Amen. ആമേൻ. Put your hands down. കൈകൾ താഴെയിട്ടാം. I will share an experience with you and move to today's message. എന്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ശേഷം ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. This happened many years ago. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. Maybe 13-14 years back. ഒരുപക്ഷെ 13-14 വർഷങ്ങൾക്ക് മുൻപ്. Our son we have only one son, Nehemiah, and he was very small. ഞങ്ങൾക്ക് ഒരു മകനാണുള്ളത്, നെഹമായ. അവൻ വളരെ ചെറിയ ഒരു ആൺകുട്ടിയായിരുന്ന സമയം. He had just started walking. അവൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. And Shema and our son, they were in Shema's church, mother church. ഷെമയും അതുപോലെ ഷെമയുടെ മകനും ഷെമയുടെ ചേർച്ചിലായിരുന്നു ആ സമയത്ത്. I don't know exactly, but our son was there in the fellowship. ശരിക്കും ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ആ കൂട്ടായ്മയിൽ ഞങ്ങളുടെ മകനുണ്ട്. There is one testimony I heard. ഒരു സാക്ഷ്യം ഞാൻ കേട്ട കാര്യം ഇതാണ്. Because he had just started to walk during the prayer meeting, he used to walk everywhere. അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് പ്രാർത്ഥനാ സമയത്ത് ആളുകളുടെ ഇടയിലൂടെ താനിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. And his legs were getting strengthened, only getting strong, and he used to walk like this. കാലുകൾ അത്രയും ഉറക്കാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. And one time all of them were praying. ഒരു സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. And this boy was going everywhere, touching everyone's shoulder and head. ഈ ആൺകുട്ടിയാണെങ്കിൽ ഓരോ അടുത്തിരിക്കുന്ന ഓരോരുത്തരെയും തൊട്ട് ഓരോരുത്തരുടെയും ഷോൾഡറിൽ തൊട്ട് നടക്കാൻ തുടങ്ങി. There was an old അമ്മാമ shivering with fever. അവിടെ ഒരു പ്രായം ചെന്ന ഒരു അമ്മാമ പനി പിടിച്ച് വിറച്ചുകൊണ്ടിരുന്നു. You know what this boy did? ഈ ഞങ്ങളുടെ മകൻ എന്താ ചെയ്തതെന്നറിയാമോ? This boy, when he was walking, touched that Amama's head also. ഇങ്ങനെ നടന്നു പോകുന്ന പോക്കിൽ അമ്മാമയുടെ തലയിലും കൈവച്ചു. That was not a praying touch. അത് ഒരു പ്രാർത്ഥനയുടെ സ്പർശനമായിരുന്നു. That was not a healing touch. അതൊരു രോഗസൗഖ്യത്തിന്റെ സ്പർശനം. That was not a deliberate touch. അല്ലെങ്കിൽ അത് മനഃപൂർവ്വമായിട്ടുള്ള സ്പർശനം. But instantly Amama got healed. പക്ഷേ ഉടനടി അമ്മാമ സൗഖ്യമായി. Hallelujah. I understood one thing. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. God can use any hand. ദൈവത്തിന് ഏത് കൈകളെ ഉപയോഗിക്കാൻ സാധിക്കും. Especially children's hands. ഒരു കുട്ടിയുടെ കൈകളെ പോലും കർത്താവിന് ഉപയോഗിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. There was one small girl named Lavanya in our church. ഞങ്ങളുടെ ചേർച്ചിൽ ഒരു ലാവണ്യ എന്ന പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. She was studying in 6th grade. ആ സമയത്ത് ആ പെൺകുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. And in her class there was another friend of hers having kidneys problems in both the kidneys. She had problems. രണ്ട് കിഡ്നിക്കും തകരാറുള്ള അവളുടെ ഒരു കൂട്ടുകാരി ക്ലാസ്മേറ്റ് അവളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. During the interval time, ഇന്റർവെൽ ടൈമിനിടയിൽ Lavanya prayed for her friend. അവളുടെ കൂട്ടുകാരിക്ക് വേണ്ടി ലാവണ്യ പ്രാർത്ഥിച്ചു. And this girl was from a Hindu background. ഈ പെൺകുട്ടിയാണെങ്കിൽ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. You know what happened? എന്താ സംഭവിച്ചെന്നറിയാമോ? Both the kidneys were healed. രണ്ട് കിഡ്നികളും ആ പെൺകുട്ടിയുടെ സൗഖ്യമായി. And she went to Lisi Hospital and underwent many tests. ലിസി ഹോസ്പിറ്റലിലേക്ക് ചെന്ന് പല ടെസ്റ്റുകൾക്കും താൻ വിധേയയായി. And she was declared completely healed. അങ്ങനെ താൻ പൂർണ്ണമായി സൗഖ്യമായി എന്നുള്ള രേഖ തനിക്ക് ലഭിച്ചു. And the friend, she tore one paper from the notebook. എന്നിട്ട് ഈ കൂട്ടുകാരി ചെയ്തത് അവളുടെ നോട്ട്ബുക്കിൽ നിന്ന് ഒരു പേപ്പർ വലിച്ചു കീറി wrote her testimony. അവളുടെ ടെസ്റ്റിമണി അവൾ എഴുതി. She said, I am from a Hindu background. My parents will not allow me to come there and testify this. അവൾ ഇങ്ങനെ എഴുതി, ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള പെൺകുട്ടിയാണ്, എന്റെ മാതാപിതാക്കൾ ഈ സ്ഥലത്ത് വരുവാനായിട്ട് എന്നെ അനുവദിക്കുകയില്ല. But I am writing my testimony. This is what happened to me. Praise you, Jesus. ഇത് എന്റെ ജീവിതത്തിൽ യേശു കർത്താവിനെ ഉയർത്തുവാൻ വേണ്ടി സംഭവിച്ച കാര്യം ഞാൻ എഴുതുകയാണ്. Hallelujah. Hallelujah. So God can use children. ദൈവത്തിന് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. So when we dedicate our hands, നമ്മുടെ കൈകൾ നമ്മൾ അവന് വേണ്ടി സമർപ്പിക്കുമ്പോൾ,
Jesus will use our hands. യേശു കർത്താവ് നമ്മുടെ കൈകൾ ഉപയോഗിക്കും. God can use our eyes. യേശുവിന് നമ്മുടെ കണ്ണുകൾ God ഉപയോഗിക്കാൻ can സാധിക്കും. use our lips. നമ്മുടെ ചുണ്ടുകൾ ഉപയോഗിക്കാൻ And there സാധിക്കും. is something called proximity healing. സാമീപ്യത്തിലുള്ള സൗഖ്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. That means when you carry the anointing of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ വഹിക്കുന്നവരാണെങ്കിൽ, when you carry the healer Jesus in you, നിങ്ങളുടെ അകത്ത് സൗഖ്യമാക്കുന്ന യേശുവിനെ ചുമന്നുകൊണ്ട് കിടക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, in your presence people will be healed. നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ജനങ്ങൾ സൗഖ്യമാകും. I am prophesying over some of you sitting here. ഇവിടെ ഇരിക്കുന്ന ചിലരെ നോക്കിയാണ് ഞാൻ ഇത് പ്രവചിച്ചു പറയുന്നത്. When you work in your office, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ when you പ്രവർത്തിക്കുമ്പോൾ, work in your pharmacy, നിങ്ങളുടെ ഫാർമസിയിൽ when you പ്രവർത്തിക്കുമ്പോൾ, work in your school, നിങ്ങളുടെ സ്കൂളിൽ in പ്രവർത്തിക്കുമ്പോൾ, the hospital, ഹോസ്പിറ്റലിൽ, wherever you are, നിങ്ങൾ എവിടെയാണെങ്കിലും, in your presence, this is what the Holy Spirit says, in your presence some of the staff will be healed. ഇതാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്. നിങ്ങളുടെ സാമീപ്യത്തിൽ തന്നെ ചില നിങ്ങളുടെ സുഹൃത്തുക്കൾ, സ്റ്റാഫ് സൗഖ്യമാകാൻ പോകുകയാണ്. No need of any shouting or screaming or praying. അവിടെ കിടന്ന് ഒച്ച വെക്കാനോ അലർച്ച വെക്കാനോ പ്രാർത്ഥിക്കാനോ ഉറക്കെ സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. Look here please. ദയവായി എന്നെ ശ്രദ്ധിക്കാമോ? From your body, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, from your being, നിങ്ങളിൽ നിന്ന് the power of the Holy Spirit shall go forth and heal the sick. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് രോഗികളെ, നിങ്ങളുടെ തൊട്ടടുത്തുള്ളവനെ സൗഖ്യമാക്കും. Pastor, mark my words, this is going to happen in this fellowship. പാസ്റ്ററിന്റെ വാക്കുകളെ കുറിച്ചിടുക. ഈ കൂട്ടായ്മയിൽ നിന്ന് വന്നിട്ടുള്ളവരുടെ കാര്യത്തിൽ ഇത് സംഭവിക്കാൻ പോകുകയാണ്. The Holy Spirit tells me, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, some staff, some workers, some colleagues with the skin problems all over will be healed in your presence. നിങ്ങളുടെ സാമീപ്യത്തിൽ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ചില സഹപ്രവർത്തകർ, ചില സ്റ്റാഫ്, ശരീരത്തിൽ അലർജിയുള്ള, സ്കിൻ അലർജിയുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ സാമീപ്യത്തിൽ സൗഖ്യമാകാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Some people with wheezing problems and asthma problems will be get healed. അപ്പോൾ തന്നെ ശ്വാസമുട്ടലിന്റെ, ആസ്മയുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സാമീപ്യത്തിൽ ചിലർ സൗഖ്യമാകാൻ പോകുകയാണ്. Do you believe that? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? We are carriers of Jesus. നാം യേശുവിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. We are carriers of Jesus' glory. യേശുവിന്റെ മഹത്വത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് നാം. Lift both of your hands once again. രണ്ട് കൈകളും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കാമോ? One prayer, Lord, use me that way. എന്നിട്ട് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, കർത്താവ് ഇതുപോലെ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. Come on, pray. എല്ലാവരും പ്രാർത്ഥിച്ചേ. യേശുവേ, In your own words, pray. എല്ലാവരും പ്രാർത്ഥിച്ചേ, ഇതുപോലെ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. I don't know, Holy Spirit is moving in a very special way tonight. ഇന്ന് രാത്രി എന്തോ പരിശുദ്ധാത്മ വളരെ പ്രത്യേകമായി നിങ്ങളുടെ നടുവിൽ ചലിക്കുകയാണ്. There is a transfer of anointing here. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ പകർച്ച നടക്കുന്നുണ്ട്. There is an impartation of healing ministry here. ഇവിടെ ഇത് രോഗസൗഖ്യത്തിന്റെ ഒരു പകർച്ച, ഒരു ഇംപാർട്ടേഷൻ മിനിസ്ട്രി ഇവിടെ നടക്കുകയാണ്. And I can see something bubbling out from your spirit right now. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് എന്തൊക്കെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ സംഭവിക്കുകയാണ്. The joy of the Holy Spirit is coming up from somebody's spirits right now. ഈ സമയത്ത് ചിലരുടെ ആത്മാവിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവിൽ ഒരു സന്തോഷം ഇതാ ഉയർന്നു പൊങ്ങിയാണ്. കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയാൽ Open your mouths wide and praise him and thank him and pray to him. ഈ സമയത്ത് വായ തുറന്ന് അവനെ സ്തുതിക്കുവാൻ, അവന് നന്ദി പറയുവാൻ, അവന് സ്തോത്രം കരേറ്റുവാൻ തുടങ്ങാമോ? Something is bubbling up. Something is bubbling up. എന്തൊക്കെയോ ഇതാ ഉയർന്നു പൊങ്ങിയാണ്. Something is bubbling up in somebody's belly right now. ഇപ്പോൾ തന്നെ നിങ്ങളുടെ വയറിന്റെ അടിഭാഗത്ത് നിന്ന് ചിലത് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Some fountains are coming up. നിങ്ങളുടെ അകത്ത് നിന്ന് ഇതാ ചില നീര ഉറവുകൾ പുറത്തേക്ക് ഒഴുകുകയാണ്. Fountain of living waters are coming up. ജീവജലത്തിന്റെ നദികൾ ഇതാ ഇവിടെ ഒഴുകുകയാണ്. Streams of living waters are coming up. ജീവജലത്തിന്റെ നദികൾ ഇതാ ഒഴുകി തുടങ്ങി. Streams of living waters are coming up. ജീവജലത്തിന്റെ ഉറവുകൾ ഇതാ ഒഴുകുകയാണ്. I release it in the name of Jesus. ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ അതിനെ പ്രാപിക്കുക.
At the same time, somebody's shoulder pain is getting healed right now. ഈ സമയത്ത് തന്നെ ചിലരുടെ ഷോൾഡർ പെയിൻ ഇത് മാറുകയാണ്. On my left here, somebody's neck pain and shoulder pain, and somebody's spondylosis is getting healed right here. എന്റെ ഇടത് ഭാഗത്ത് ഇവിടെ ഇരിക്കുന്ന ഏതോ വ്യക്തിയുടെ നെക്കിലകത്തുള്ള വേദന, ഷോൾഡർ പെയിൻ, സ്പോണ്ടിലൈറ്റിസ് ഇപ്പോഴിതാ സൗഖ്യമാകുന്നു. Receive your healing right now. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ സൗഖ്യത്തെ പ്രാപിച്ചാൽ, not only a healing but a healing ministry. ഒരു രോഗസൗഖ്യം മാത്രമല്ല, രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷ കൂടെ പ്രാപിച്ചാലും. Somebody lift your voice and shout hallelujah to this Jesus. Hallelujah. I declare that tonight is a supernatural night. ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കട്ടെ, ഇന്ന് രാത്രി അമാനുഷികതകളുടെ രാത്രിയാണ്. Tonight is a miracle night. ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ ഒരു രാത്രിയാണ്. Tonight is a night of freedom. ഇന്ന് രാത്രി സ്വാതന്ത്ര്യത്തിന്റെ രാത്രിയാണ്. Tonight is a night of miracles. ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണ്. Tonight is a night of healings. ഇന്ന് രാത്രി രോഗസൗഖ്യത്തിന്റെ രാത്രിയാണ്. Tonight is a night of saturation in the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറയുന്ന രാത്രിയാണ് ഈ രാത്രി. Tonight is a night of revival. ഈ രാത്രി ഉണർവിന്റെ രാത്രിയത്രേ. കൈകൾ രണ്ടും ചേർത്തടിക്കാമെങ്കിൽ കൈകൾ ചേർത്തടിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞ് every bondage is broken. എല്ലാ ബന്ധനങ്ങളും ഇതാ തകർക്കപ്പെട്ടിരിക്കുന്നു. Every limitation is taken away. എല്ലാവിധമായ ബന്ധനങ്ങൾ ഇതാ അടിഞ്ഞു മാറിയിരിക്കുന്നു. Every limitation is taken away. എല്ലാ പരിധികളും ഇതാ പൊട്ടി മാറിയിരിക്കുന്നു. You are becoming unlimited in Jesus. ഓ യേശു ക്രിസ്തുവിൽ പരിധിയില്ലാത്തവനായി നീ ഇതാ മാറിയിരിക്കുകയാണ്. Oh my Lord, oh my Lord, oh my Lord, oh my Lord. Somebody say, I am unlimited in Jesus. Say it again. I am unlimited in Jesus. Say it again, everyone. I am unlimited in Jesus. പോരാ, ഉറക്കെ അങ്ങ് പറഞ്ഞേ. I am unlimited in Jesus. ഒരു 10-15 പ്രാവശ്യം അങ്ങ് പറഞ്ഞേ. I am unlimited in Jesus. Say it again. Confess. I am unlimited in Jesus. Yes. I am unlimited in Jesus. Roba sam pa ba ba. Unlimited in Jesus. I am unlimited in Jesus. Hallelujah. Amen. Oh sharabakasa. Tonight Jesus is implanting a spiritual volcano in somebody's belly. ആരുടെയോ അകത്തേക്ക് ഒരു വലിയ ആത്മീക അഗ്നിപർവ്വതത്തെ തന്നെ യേശു കർത്താവ് ഇന്ന് രാത്രി ഇട്ടിരിക്കുക. Hallelujah. Hallelujah. It will soon explode. ഇത് വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കാൻ പോകുകയാ. It will soon explode. വളരെ വിസ്ഫോടനം ഉടനടി സംഭവിക്കാൻ പോകുകയാ. Sometimes you think that the volcano is sleeping, but sooner or later it has to explode. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഈ കാലഘട്ടങ്ങളിലെല്ലാം അകത്തിരിക്കുന്ന വോൾക്കാനോ അഗ്നിപർവ്വതം ഉറങ്ങിക്കൊണ്ടിരിക്കുക, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു വിസ്ഫോടനം നിനക്ക് നടക്കാൻ പോകുകയാ. And the whole world will hear about that. എന്ന് മാത്രമല്ല, ലോകം മുഴുവൻ അത് അറിയാൻ കേൾക്കുവാൻ പോകുകയാണ്. Hallelujah. Hallelujah. When a volcano explodes, ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ the whole world will know that. ഓ ലോകം മുഴുവൻ അത് തിരിച്ചറിയും. Hallelujah. Hallelujah. Somebody say, there is a spiritual volcano inside of me. അകത്തേക്ക് കൈ താഴെയിലോട്ട് വയറിലോട്ട് പിടിച്ചിട്ടൊന്ന് പറഞ്ഞേ, എന്റെ അകത്തൊരു ആത്മീക അഗ്നിപർവ്വതമുണ്ട്. പറഞ്ഞേ, ഓ എന്റെ അകത്ത് ഒരു ആത്മീക അഗ്നിപർവ്വതമുണ്ട്. Hallelujah. Hallelujah. I have heard a wonderful testimony of Oral Roberts. Oral Robertsന്റെ വളരെ മനോഹരമായ ഒരു അനുഭവ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. He was miraculously healed from a deadly disease. അദ്ദേഹം വളരെ മരണകരമായ ഒരു രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. And after that he says, അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, he felt something like a volcano inside of him. അതിനുശേഷം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അകത്ത് ഒരു അഗ്നിപർവ്വതം ഇരിക്കുന്നത് പോലെ തനിക്ക് തോന്നി. And wherever he went, he was carrying this. എവിടെയൊക്കെ താൻ പോകുകയാണോ ഈ അഗ്നിപർവ്വതം ചുമന്നുകൊണ്ടാണ് താൻ പോകുന്നത്. And he knew one thing. ഒരു കാര്യം തനിക്ക് മനസ്സിലായി, one day it would explode. ഒരു ദിവസം ഇത് പൊട്ടിത്തെറിക്കും. Hallelujah. Hallelujah. And that did. അത് സംഭവിച്ചു. Hallelujah. Hallelujah. He started ministering to people.
അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു. And he started leading mass crusades. വലിയ ക്രൂസേഡുകൾ അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്തു. Instantaneous creative miracles. വളരെ പെട്ടെന്നുള്ള അത്ഭുതകരമായ സൗഖ്യങ്ങൾ. And the whole world knew that. ലോകം മുഴുവൻ അത് അറിഞ്ഞു. Hallelujah. Hallelujah. That's why I tell you. അതാണ് ഞാൻ പറഞ്ഞത്. You know that there is a spiritual volcano inside of you. നിങ്ങളുടെ അകത്തൊരു ആത്മിക അഗ്നിപർവ്വതം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. You cannot hide the spiritual volcano any longer. ഓർക്കുക, എല്ലാ കാലത്തേക്കും നിങ്ങളുടെ അകത്തുള്ള അഗ്നിപർവ്വതത്തെ ഒളിപ്പിച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. Hallelujah. Hallelujah. Okay, quickly let's go to Matthew chapter 17. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് ഈ സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാം. Verse number 1 onwards. അതിന്റെ 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനങ്ങൾ. And I encourage all of you to write down the important things that you hear today. ഇന്ന് ഞാൻ നൽകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. Write down the important things. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. If you don't have a notebook, just type it down in your smartphones. നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്തെടുക്കുക. Or you can use any other electronic gadgets. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ നിങ്ങൾക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. Why? Because these verses and this message will continue to minister to you. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സന്ദേശങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. My topic today is natural to supernatural. ഇന്നത്തെ എന്റെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഇതാണ്. Help her please. Natural to supernatural. Yeah. ഭൗമിക തലത്തിൽ നിന്ന് അഭൗമിക തലത്തിലേക്ക്. Write it down. Everybody say natural. Natural to supernatural. to supernatural. One more time. Natural to supernatural. Believe it or not, we all are called to walk from the natural to the supernatural. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭൗമിക തലത്തിൽ നിന്ന് അഭൗമിക തലത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി. Why? Because we are serving not a natural God, we are serving a supernatural God. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നാം സേവിക്കുന്നത് ഒരു ഭൗമികനായ ദൈവത്തെയല്ല, മറിച്ച് ഒരു അഭൗമികനായ ഒരു ദൈവത്തെയാണ്. We are not serving wood, we are not serving stones, we are not serving metals, but we are serving a supernatural God. നാം ഈ പ്രകൃതിയിലുള്ള യാതൊരു കാര്യങ്ങളെയുമല്ല, അത് ലോഹങ്ങളെയോ കല്ലിനെയോ ഒന്നുമല്ല നാം സേവിക്കുന്നത്, മറിച്ച് അസാധാരണനായിട്ടുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. So our walk is from one realm to the next realm. അതുകൊണ്ട് നമ്മുടെ നടപ്പ് എന്നുള്ളത് ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്കുള്ളതാണ്. Hallelujah. Hallelujah. Matthew chapter 17. മത്തായിയുടെ സുവിശേഷം 17-ാം verse അധ്യായം number 1. ഒന്നാമത്തെ This is വചനം. a familiar text. ഇത് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. And I believe there is a great blessing in public reading of the word of God. ദൈവത്തിന്റെ വചനം പൊതുവിൽ വായിക്കുന്നത് അതൊരു അനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുകയാണ്. So I encourage all of you to read together. അതുകൊണ്ട് എല്ലാവരും ആ ദൈവവചന ഭാഗങ്ങൾ ഒരുമിച്ച് വായിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. Are you all ready? നിങ്ങൾ തയ്യാറാണോ? When I say 1 2 3, we will start together. ഞാൻ 1 2 3 പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്നത് വായിക്കണം. Okay, 1 2 3 start. After 6 days Jesus took with him Peter, James and John, the brother of James, and led them up a high mountain by themselves. മലയാളത്തിൽ ഇവിടെ സ്ക്രീനിലുണ്ട്. നിങ്ങളുടെ മലയാളം ബൈബിൾ വായിക്കാൻ ഞാനൊരു പുതിയ വേർഷനാണ് വായിക്കുന്നത്. 6 ദിവസം കഴിഞ്ഞ് യേശു, പത്രോസ്, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ, ചേർന്ന് വായിക്കാമോ, എന്നിവരുമായി ഒരു ഉയർന്ന മലയിലേക്ക് പോയി. Underline high mountain. അവിടെ ഉയർന്ന മല എന്ന ഭാഗം അടിവരയിടുക. It is not a sin to underline the Bible, no problem. ബൈബിളിൽ അടിവരയിടുന്നത് ഒരു പാപമേ അല്ല, ഒരു പ്രശ്നവുമില്ല. How many of you believe that? നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? If you don't underline, that's a sin. നിങ്ങൾ അടിവരയിടാത്തതാണ് പാപം. Because you are disobeying a man of God. കാരണം നിങ്ങൾ ഒരു ദൈവദാസനെ അനുസരിക്കാതിരിക്കുകയാണ്. Dirty Bible, clean Christian. ഓ, മുഷിഞ്ഞ ബൈബിൾ ആണോ എങ്കിൽ വൃത്തിയുള്ള ഒരു ക്രിസ്ത്യാനി. Clean Bible, dirty Christian. ആ വൃത്തിയുള്ള ബൈബിൾ ആണോ ഒരു
വൃത്തികെട്ട ക്രിസ്ത്യാനിയായിരിക്കും. So make your Bible as much as dirty. അതുകൊണ്ട് നിങ്ങളുടെ ബൈബിൾ ഏറ്റവും കൂടുതൽ മുഷിയുവാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. Meaning read it again and again and again. അതിന്റെ അർത്ഥം എപ്പോഴും എപ്പോഴും മറിച്ചും മറിച്ചും തിരിച്ചും വായിച്ചുകൊണ്ടേയിരിക്കുക. A well read Bible shows a very clean Christian. ഓർക്കുക, ഒരു വളരെ നന്നായി വായിക്കുന്ന ഒരു ബൈബിൾ കാണിക്കുന്നത് അത് അതിന്റെ കർത്താവ് ഏറ്റവും നല്ല ഒരു വിശുദ്ധിയുള്ള ഒരു ക്രിസ്ത്യാനി ആയിരിക്കും എന്നുള്ളതാണ്. Verse number 2. Let's read together. 1, 2, 3. There he was transfigured. You are not following me. Hello. It is not there? Yeah. Start. 1, 2, 3. There he was transfigured before them. His face shone like the sun, and his clothes became as white as the light. രണ്ടാമത്തെ വചനം, അവിടെ അദ്ദേഹത്തിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായി തീർന്നു. Underline transfigured. അവിടെ രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യുക. Number 3. 1, 2, 3, start. Just then there appeared. You are not following. No problem. Any version is okay. Amplified or complified. Any version is okay. Any version. I am using NIV. No problem. Okay, let's read together. 1, 2, 3. Malayalam also you can read. No problem. 1, 2, 3. Just then there appeared before them Moses and Elijah talking with Jesus. മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. Hallelujah. Hallelujah. Number 4, start. Peter said to Jesus, Lord, it's good for us to be here. If you wish, I will put up 3 shelters, one for you, one for Moses, and one for Elijah. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. Number 5, while he was still speaking, a bright cloud covered them, and a voice from the cloud said, This is my son, whom I love. With him I am well pleased. Listen to him. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി. Number 6, when the disciples heard this, they fell face down to the ground, terrified. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കമിഴ്ന്നു വീണു. But Jesus came and touched them. Get up, he said, don't be afraid. എന്നാൽ യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. Last verse, all of us together. When they looked up, they saw no one except Jesus. ചേർന്ന് വായിക്കാമോ? അവർ തല പൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. Give a clap offering to the Lord for the word of God. Now, this is known as the episode of transfiguration in the earthly ministry of Jesus. യേശു കർത്താവിന്റെ ഭൂമിയിലെ ശുശ്രൂഷയുടെ രൂപാന്തര ശുശ്രൂഷയുടെ എപ്പിസോഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. And the episode of transfiguration is so mysterious and misunderstood. എന്ന് മാത്രമല്ല, ഈ രൂപാന്തര കഥയുടെ ഈ പരമ്പര എന്നുള്ളത് ഇത് വളരെ വിചിത്രമാണ്, ഇത് വളരെ അവർണ്ണനീയവുമാണ്. It interests and intrigues us. താല്പര്യം കൊടുക്കുന്നതും താല്പര്യം ഉളവാക്കുന്നതുമായ ഒരു കാര്യമാണ്. Hallelujah. Hallelujah. So, transfiguration, the word trans means into another state or another place. ട്രാൻസ് എന്ന് പറയുന്നത്, ട്രാൻസ്ഫിഗറേഷനിലെ ട്രാൻസ് എന്ന് പറയുന്നത് അടുത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ, അടുത്ത ഒരു തലത്തിലേക്ക്, ഭാഗത്തേക്ക് നമ്മെ എത്തിക്കുക എന്നുള്ളതാണ് അർത്ഥം. And the Greek word is metamorpho. ഇതിന്റെ ഗ്രീക്ക് വേർഡ് എന്നുള്ളത് മെറ്റമോർഫു എന്നാണ്. Meaning change into another form. അതിന്റെ അർത്ഥം മറ്റൊരു രൂപത്തിലേക്കുള്ള മാറ്റം എന്നുള്ളതാണ്. Everybody say change into another form. Change into another form. One more time. Change into another form. Hallelujah. Hallelujah. Can I tell you something? ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. You are here regularly attending prayer meetings, knowing whether you know it or not, you are getting changed into another form.
ഓർക്കുക, നിങ്ങൾ തുടർമാനമായി ഈ കൂട്ടായ്മയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അടുത്ത ഒരു ഭാഗത്തേക്ക്, അടുത്തൊരു രൂപത്തിലേക്ക് നിങ്ങൾ മാറ്റം ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. For a short period, even the disciples saw that Jesus changing in his form. ഒരു ചെറിയ സമയത്തിനുള്ളിൽ യേശു കർത്താവിൽ തന്റെ രൂപത്തിന് മാറ്റം ഭവിക്കുന്നത് ശിഷ്യന്മാർ കണ്ടു. Philippians chapter 2 says he was originally in God's form. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു, അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നു. Look here, but he came in human form. എന്നാൽ ദയവായി ശ്രദ്ധിച്ചാലും, എന്നാൽ അവൻ മനുഷ്യ സാദൃശ്യത്തിലായി ഇവിടേക്ക് വന്നു. But for a short while he changed his form into the divine form again. എന്നാൽ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അവന്റെ ദൈവത്വത്തിന്റെ രൂപത്തിലേക്ക് അവൻ പെട്ടെന്ന് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. Look here. ദയവായി ശ്രദ്ധിച്ചാലും, Many people believe this happened many times when Jesus prayed. ഒത്തിരി ആളുകളും വിശ്വസിക്കുന്നത് യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ഈ കാര്യം പലവട്ടം സംഭവിച്ചു എന്നാണ്. But we know this time because there were 3 disciples with him. എന്നാൽ ഈ സമയത്ത് യേശുവിനോടൊപ്പം 3 ശിഷ്യന്മാരുണ്ടായിരുന്ന കാര്യം നാം അറിയുന്നുണ്ട്. That's why we got the report. അതുകൊണ്ടാണ് നമുക്ക് ഈ റിപ്പോർട്ട് ബൈബിളിലൂടെ മനസ്സിലായത്. So when Jesus prayed alone, many times this must have happened. I'm not sure, but this must have happened. യേശു കർത്താവ് തനിയെ തന്റെ കൂടെ ആരുമില്ലാതെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഈ രൂപാന്തരം പലവട്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ അവിടെ ഇല്ലായിരുന്നു, എനിക്കത് അറിയില്ല, പക്ഷെ അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. Because he was originally in the divine form. കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ ആ ദൈവത്വത്തിന്റെ രൂപത്തിലായിരുന്നു. And he came in human form. എന്നാൽ അവൻ മനുഷ്യന്റെ രൂപത്തിലേക്ക് ഇറങ്ങി വന്നു. And when he was living on earth, he was a blend of the human and the divine forms. എന്നാൽ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യന്റെ രൂപവും അല്ലെങ്കിൽ മനുഷ്യത്വവും ദൈവത്വത്തിന്റെ ഒരു സങ്കലനമാണ് തന്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. And there are a series of events that led him to the Mount of Transfiguration. ഈ രൂപാന്തര മലയിലേക്ക് കൊണ്ടുപോകാനായി അവിടെ സംഭവങ്ങളുടെ പരമ്പരകൾ തന്നെ അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. If you read Matthew 16, മത്തായിയുടെ സുവിശേഷം 16 വായിച്ചാൽ Jesus asked a question യേശു കർത്താവ് ഒരു ചോദ്യം to ചോദിക്കുകയാണ്. disciples. ശിഷ്യന്മാരോട് Who ചോദിക്കുന്നു, do people say that I am? ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? In other words, he was seeking for the public opinion about him. അല്ലെങ്കിൽ A survey. അല്ലെങ്കിൽ പൊതുവിൽ തന്നെ കുറിച്ചുള്ള അഭിപ്രായം താൻ ശിഷ്യന്മാരോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ്. And they gave them a few answers. ആ സമയത്ത് അവർ അദ്ദേഹത്തിന് ചില ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. They said some people say that you are John the Baptist. അവർ പറഞ്ഞു, ചില ആളുകൾ നിന്നെ കുറിച്ച് പറയുന്നത് നീ യോഹന്നാൻ സ്നാപകനാണ്. Some people say that you are Elijah. ചില ആളുകൾ പറയുന്നത് നീ ഏലിയാവാണെന്നാണ്. Some people say that you are Jeremiah. ചിലർ പറയുന്നത് നീ യിരെമ്യാവാണെന്ന്. But none of them said that he was Christ, the Son of the living God. എന്നാൽ ഈ ജനങ്ങൾ ആരും തന്നെ നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മകനായ ക്രിസ്തുവാണ് എന്ന് പറയുന്നില്ല. So till that time, the public at large never captured the revelation of Christ. ആ സമയം വരെയും പൊതുവിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ യേശു ക്രിസ്തുവിനെ ക്രിസ്തു എന്ന വെളിപ്പാട് അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. Then Jesus pointed the question to them. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് തന്റെ ചോദ്യം ശിഷ്യന്മാരിലേക്ക് നീട്ടുകയാണ്. Who do you say that I am? എന്നാൽ ഞാൻ ആരാകുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? As usual, Peter was the spokesman. എല്ലായ്പ്പോഴും പോലെ തന്നെ പത്രോസ് ആണ് ആളുകളുടെ ഇടയിൽ പെട്ടെന്ന് സംസാരിക്കുന്നത്. Jesus said, you are the Messiah, the Son of the living God. ഉടനെ തന്നെ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മശിഹയാകുന്നു. And Jesus said, blessed are you, Simon's son. Blessed are you, Simon, son of Jonah. അവിടെ പറയുന്നു, യോനായുടെ മകനായ ശിമോനെ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. For this was not revealed to you by flesh and blood, but by my Father in heaven. ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മനുഷ്യനല്ല, ജഡരക്തങ്ങളല്ല, സ്വർഗ്ഗത്തിലെ പിതാവത്രേ. And you know the story. നിങ്ങൾക്ക് ഇതിന്റെ കഥയെല്ലാം അറിയാം. So remember one thing, Christ, the revelation of Christ
comes from the Heavenly Father. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വരുന്നത് സ്വർഗീയ പിതാവിൽ നിന്നാണ്. If you read Matthew chapter 16, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം verse number 18, and I tell you that you are Peter, and on this rock I will build my church, and the gates of Hades will not overcome it. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള And I will ഗോപുരങ്ങൾ give you the keys of the kingdom of heaven. Whatever you bind on earth will be bound in heaven, and whatever you loose on earth will be loosed in heaven. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. I want to tell you two things here. രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When you have the revelation of Christ, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് നിങ്ങൾക്കുണ്ടാകുമ്പോൾ there will be a constructive work happening on you. നിങ്ങളുടെ അകത്ത് നിന്ന് തന്നെ ഒരു നിർമ്മാണ പ്രവർത്തനം സംഭവിക്കുകയാണ്. Somebody say hallelujah. How many of you want that in your life? അത് വേണ്ട എത്ര പേര് ഇവിടെയുണ്ട്? Lift your hands and pray, Lord, I want that building up in me, Lord. കർത്താവേ, ഇതുപോലെ പണിയുന്ന നിർമ്മാണത്തിന്റെ ഒരു പ്രവർത്തനം എന്നിൽ എനിക്ക് വേണം കർത്താവേ. Hallelujah. Hallelujah. So don't just be hearers of the word tonight. ഇന്ന് രാത്രി വെറുതെ വചനം കേട്ടു പോകുന്നവരായിട്ട് നമ്മൾ മാറരുത്. Let's be practitioners of the word. പകരം വചനം പ്രവർത്തിക്കുന്നവരായി നമ്മുടെ ജീവിതത്തിൽ നാം മാറണം. Hallelujah. Hallelujah. Number 2, when you have the revelation of Christ, രണ്ടാമത്തെ കാര്യം എഴുതുക, നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് ലഭിക്കുമ്പോൾ you get some authority in life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില അധികാരങ്ങൾ കൂടെ ലഭിക്കുകയാണ്. Having the backup of heaven, you can bind and loose here on earth. ഓർക്കുക, സ്വർഗത്തിന്റെ എല്ലാവിധമായ സപ്പോർട്ടോടുകൂടെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സകല കാര്യങ്ങളും അഴിക്കുവാനും കെട്ടുവാനും സാധിക്കും. Somebody say hallelujah. Hallelujah. So in this incident, അത് ഈ ഒരു സംഭവത്തിൽ so many things are happening. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. These 4 guys went up the mountain to pray. ഇവിടെ ഈ 4 വ്യക്തികൾ ഉയർന്ന മലയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. And through the supernatural experience, all of them got strengthened in the spirit. ഇപ്പോൾ ഇവിടെ അവിടെ അസാധാരണമായിട്ടുള്ള ആ ഒരു അനുഭവം നിമിത്തമായിട്ട് അവർ ആത്മാവിൽ ശക്തിമാന്മാരായിട്ട് തീർന്നിരിക്കുകയാണ്. There are different things through which God can strengthen our inner being. ഓർക്കുക, നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ ദൈവത്തിന് പല മാർഗങ്ങളിലൂടെ താൻ അത് ചെയ്യുന്നുണ്ട്. Number 1, prayer. ഒന്നാമത്തെ കാര്യമാണ് പ്രാർത്ഥന. How many of you pray personally? നിങ്ങൾ എത്ര പേർ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ട്? I'm not talking about family prayer. ഞാൻ കുടുംബ പ്രാർത്ഥനയെ കുറിച്ചല്ല പറയുന്നത്. I'm not talking about public fasting prayer. എല്ലാവരും കൂടെ ചേർന്നുള്ള പബ്ലിക് ഫാസ്റ്റിംഗ് പ്രയറിനെ I'm കുറിച്ചല്ല. not talking about ladies prayer. ഞാൻ ലേഡീസ് പ്രയറിനെ കുറിച്ചല്ല I'm not പറയുന്നത്. talking about men's prayer. മെൻസ് പ്രയറിനെ കുറിച്ചുമല്ല. But personal prayer. പകരം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച്. Hallelujah. Hallelujah. You will amass strength from the Lord. കർത്താവിൽ നിന്ന് വലിയ ശക്തിയെ പ്രാപിക്കുന്നവരായി നിങ്ങൾ തീരും. As they were praying here, അവർ ഇവിടെ ഒരുമിച്ച് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ they heard God's voice. അവർ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. Whenever you receive God's voice, എപ്പോഴൊക്കെ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ that will strengthen you. അത് നിങ്ങളെ ശക്തീകരിക്കും. Not only that, അതുമാത്രമല്ല, when they were praying, അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ some saints of God, Elijah and the prophet, came there. അവിടെ മോശയും ഏലിയാവും തുടങ്ങിയുള്ള ദൈവത്തിന്റെ ചില പ്രവാചകന്മാരെയും അവർ കണ്ടു. Hallelujah. Hallelujah. So when we hear about heroes of faith, വിശ്വാസത്തിന്റെ നായകന്മാരെ കുറിച്ച് നാം കേൾക്കുമ്പോൾ that will encourage us. അത് നമ്മെ പ്രോത്സാഹിപ്പിക്കും. Always remember one thing. എല്ലായ്പ്പോഴും ഒരു കാര്യം The മനസ്സിലാക്കുക, word of God will create faith in us, ദൈവവചനം നിങ്ങളിലേക്ക് വിശ്വാസം സൃഷ്ടിക്കും. but testimonies of people will increase our faith. എന്നാൽ ജനങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മളിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. Say it again. I'm going to say it again. ഞാൻ അതൊരിക്കൽ കൂടി The ആവർത്തിക്കാം. word of God will create faith in us. ദൈവവചനം നമ്മളിൽ വിശ്വാസത്തെ സൃഷ്ടിക്കും. But testimonies, when we hear testimonies, that will increase our faith. എന്നാൽ ജീവിത സാക്ഷ്യങ്ങൾ, അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. How many of you have watched Blessing Today? നിങ്ങൾ എത്ര പേർ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്നവരായിട്ടുണ്ട്? കൈകൾ കാണിച്ചാലും. There are so many. ഒത്തിരി പേര് ഇവിടെയുണ്ട്. Almost every day there is one segment in the program called Miracles Today. നമ്മുടെ എല്ലാ ദിവസവും തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ
ഒരു പ്രത്യേക ഭാഗമാണ് മിറക്കിൾസ് ടുഡേ. Why do we include that? Why do we ഞങ്ങൾ അത് include? ചെയ്യുന്നത്? When people listen to these live testimonies, ഈ ജനങ്ങൾ ഇത്തരം ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ their faith will increase. അവരുടെ വിശ്വാസം വർദ്ധിക്കും. They will receive greater miracles. അവർ വലിയ അത്ഭുതങ്ങൾ പ്രാപിക്കാൻ തുടങ്ങും. Hallelujah. Hallelujah. Somebody says hallelujah. Hallelujah. One more hallelujah. Hallelujah. Now I'm going to give you some valuable lessons from this episode. ഈ ഒരു സന്ദേശ പരമ്പരയിൽ നിന്നുകൊണ്ടുള്ള വളരെ വിലയേറിയ ചില ഉപദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. And I encourage you to write them down. അത് ഓരോന്നും എഴുതിയെടുക്കുവാനായി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. This has come out of my research work. ഇത് എന്റെ റിസർച്ച് വർക്കിൽ നിന്ന് ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. Valuable lessons from the transfiguration experience. രൂപാന്തര അനുഭവത്തിൽ നിന്നുള്ള വിലയേറിയ പാഠങ്ങൾ. Number 1, separation comes before revelation. ഒന്നാമത്തെ കാര്യം എഴുതുക. സെപ്പറേഷൻ വെളിപാടിന് മുൻപ് വെളിപാടിന് മുൻപ് ഒരു വേർപാട് വരുന്നു. ഒന്നുകൂടി പറഞ്ഞു. വെളിപാടിന് മുൻപായി വേർപാട് വരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. അടുത്ത ആളോടൊന്ന് പറഞ്ഞേ. വെളിപ്പാടിന് മുമ്പ് വേർപാട്. വെളിപാടിന് മുൻപ് വേർപാട്. Never forget in your life. ഒരിക്കലും നിങ്ങൾ ഇത് മറക്കരുത്. If you want to receive a revelation from God, കർത്താവിൽ നിന്ന് ഒരു വെളിപാട് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ you have to separate yourself from the worldly things. ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് ഒരു വേർപാട് നിങ്ങൾക്കുണ്ടായിരിക്കണം. I expect more amens. ഞാൻ വലിയ ആമേൻ പ്രതീക്ഷിച്ചു. Thank you for all the amens, but I request you to separate yourself from worldly things so that you can really receive some revelation tonight. നിങ്ങളുടെ ആമേന് വളരെയധികം നന്ദി. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഈ ലോകത്തിലെ ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ, വേർപെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെളിപ്പാടിനെ പ്രാപിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. Every day, almost every day, I separate myself, especially the morning hours. I separate myself and sit before the Lord. എല്ലാ ദിവസവും തന്നെ, പ്രത്യേകിച്ച് രാവിലെയുള്ള പ്രഭാത സമയങ്ങൾ, ഞാൻ ദൈവത്തിനു വേണ്ടി എന്റെ സമയത്തെ മാറ്റിവെച്ച് ദൈവം മുൻപാകെ ഇരിക്കും. Even this morning I did it. ഇന്ന് രാവിലെ കൂടെ ഞാനത് ചെയ്തു. A few hours I sat in the presence of God. കുറച്ച് മണിക്കൂറുകൾ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. Hallelujah. Hallelujah. And those hours the Lord fills my heart with His revelation. ആ സമയങ്ങളെല്ലാം കർത്താവ് എന്റെ ഹൃദയത്തെ അവന്റെ വെളിപ്പാടിനാൽ നിറയ്ക്കുന്നു. So that I can share the revelation with others. അങ്ങനെ വരുമ്പോൾ ആ വെളിപ്പാടുകൾ എനിക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ സാധിക്കും. That's my main profession. അതാണ് എന്റെ പ്രധാന ജോലി എന്നുള്ളത്. Hallelujah. Hallelujah. What a joy we receive when we get revelation after revelation from the Lord. ഓ, കർത്താവിൽ നിന്ന് ഒരു വെളിപ്പാടിന് ശേഷം അടുത്ത വെളിപ്പാടുകൾ സ്വീകരിക്കുക എന്നുള്ളത് എത്ര മനോഹരമായ സന്തോഷമുള്ള കാര്യമാണ്. അടുത്ത ആളോട് പറഞ്ഞ വെളിപ്പാടില്ലെങ്കിൽ വെളിവുകേടുണ്ടാവും. വേറെ ആളോട് പറഞ്ഞു കൊടുക്ക്. എന്തുണ്ടാവും? വെളിവുകേടുണ്ടാവും. So many are living in വെളിവുകേട്. ഒത്തിരി ആളുകൾ വെളിവുകേടിലാണ് ജീവിക്കുന്നത്. Number 2, we must live by revelation and not by situation. നാം എല്ലാവരും സാഹചര്യം അനുസരിച്ചല്ല, വെളിപ്പാടിനനുസരിച്ചാണ് ജീവിക്കേണ്ടത്. എന്റെ സഹോദരി ഒന്നുകൂടി പ്രസംഗിക്കത്. നാം സാഹചര്യത്തിനനുസരിച്ചല്ല, വെളിപ്പാടിനനുസരിച്ചാണ് ജീവിക്കേണ്ടത്. സഹോദരിമാർ ഇത് കേട്ടായിരുന്നോ? കേട്ടില്ല. സഹോദരന്മാര് കേട്ടോ? ഇല്ല, കേട്ടില്ല. ഒന്നുകൂടി നിങ്ങൾ ആമേൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ കൊണ്ട് 10 പ്രാവശ്യം പറയിപ്പിക്കുവേ. നാം ജീവിക്കേണ്ടത് സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല, ദൈവിക വെളിപ്പാടിനനുസരിച്ചാണ്. താങ്ക് യു. പ്രസംഗം ഏറ്റു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞോ.
നാം ജീവിക്കേണ്ടത് സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല, വെളിപ്പാടിനനുസരിച്ചാണ്. Why? Because sahajaryams will keep on changing. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾ ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കും. If we live according to sahajaryams, we will go into some pits. ഓർക്കുക, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം ഞാൻ ജീവിക്കാൻ തുടങ്ങിയാൽ നാം പടുകുഴിയിൽ വീണേക്കാം. Tell your neighbor, live according to revelation. വെളിപ്പാടിനനുസരിച്ച് ജീവിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, വെളിപ്പാടിനനുസരിച്ച് ജീവിക്കുക. Number 3. Many believers lead a shallow spiritual life. ഒത്തിരി വിശ്വാസികളും ആഴമില്ലാത്ത ആത്മീക ജീവിതം നയിക്കുന്നവരാണ്. അതിനെങ്കിലും ഒരു ആമേൻ പറ. Is that true? ശരിയാണോ? Many are. ഒത്തിരി They come to church faithfully. അവർ വിശ്വാസത്തോടെ സഭയിൽ വരുന്നു, വിശ്വസ്തയോടെ സഭയിൽ വരുന്നു. And they blast 1000 watt stotrams. 1000 വോൾട്ട് സ്തോത്രമൊക്കെ അലറിക്കൊണ്ട് പറയുന്നു. But they are very, very shallow in the spirit. എന്നാൽ ആത്മാവിൽ ഒട്ടും ആഴമില്ലാത്തവരാണ്. But Jesus took 3 disciples. എന്നാൽ യേശു കർത്താവിടെ 3 ശിഷ്യന്മാരെയാണ് എടുത്തത്. To deepen their spiritual life. അവരുടെ ആത്മീക ജീവിതത്തെ ആഴത്തിലേക്ക് കൊണ്ടുപോകുവാൻ. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? All these 3 were in the inner circle of Jesus. ഈ 3 പേർ യേശുവിന്റെ അകത്തെ വൃത്തത്തിനകത്തുള്ളവരായിരുന്നു. And they Let's go. Hello, check. Hello, check. Hello, check. Ah, yeah. Great. This is great. This is better. This is good. Thank you. Wait too illa. വളരെ നല്ല. Praise God. Thank you, Pastor. Thank you so much. Where are we? അവസാനം എന്താ പറഞ്ഞേ? Yeah. There are so many people lead a shallow spiritual life. ഒത്തിരി ആളുകളും ഒരു ആത്മീകമായി വളരെ ആഴമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരാണ്. This is better. Hallelujah. Let me tell you one thing. These 3 disciples, they had to do very responsible ministries in the future. ഈ 3 ശിഷ്യന്മാർ വളരെ ഉത്തരവാദിത്വമുള്ള ജോലികളാണ് പിൻകാലഘട്ടങ്ങളിൽ ഇവർ ചെയ്തിരിക്കുന്നത്. For example, Peter. ഉദാഹരണമായിട്ട് പത്രോസ്. He had to preach the first gospel message on the day of Pentecost. പെന്തക്കോസ്ത് ദിവസത്തിൽ ആദ്യത്തെ സദ്വർത്തമാനം, ആദ്യത്തെ സുവിശേഷം പ്രസംഗിച്ച വ്യക്തിയായിരുന്നു പത്രോസ്. 3000 baptisms. 3000 സ്നാനം. Hallelujah. Hallelujah. So Jesus was preparing him. ഇവിടെ യേശു കർത്താവ് അദ്ദേഹത്തെ ഒരുക്കുകയാണ്. James became the senior pastor of the church in Jerusalem. ജെറുസലേമിലെ സഭയുടെ സീനിയർ പാസ്റ്റർ ആയിട്ട് യാക്കോബ് മാറുന്നു. And he had to become a martyr for Jesus. യേശു കർത്താവിന്റെ ഒരു രക്തസാക്ഷിയായിട്ട് പിന്നത്തേതിൽ അദ്ദേഹം മാറി. King Herod beheaded him. ഹെരോദ് രാജാവ് അദ്ദേഹത്തിന്റെ ശിരച്ഛേദം നടത്തുകയാണ് ഉണ്ടായത്. Now John. എന്നാൽ John had to have a longevity in ministry. യോഹന്നാന് വളരെ നീണ്ട ഒരു ശുശ്രൂഷ കാലഘട്ടമായിരുന്നു. And he had to write the book of Revelation. അദ്ദേഹമാണ് വെളിപ്പാട് പുസ്തകം എഴുതി ചേർത്തത്. Jesus knew everything in advance. യേശു കർത്താവ് എല്ലാം മുൻകൂട്ടി കണ്ടു ചെയ്യുകയാണ്. So Jesus gathered these 3 guys and went up to the high mountain. ഇപ്പോൾ യേശു കർത്താവ് ഈ 3 ശിഷ്യന്മാരെ കൂട്ടി ഉയർന്ന മലയിലേക്ക് പോവുകയാണ്. Can I tell you something tonight? ഒരു
ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ. Some of you sitting here, ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ, the Lord is calling you to receive something deeper in your spirit. നിങ്ങളുടെ ആത്മാവിൽ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ പ്രാപിച്ചെടുക്കുവാനായി ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. Because in this generation you have to do a responsible ministry. കാരണം ഈ തലമുറയിൽ വളരെ ഉത്തരവാദിത്തമുള്ള ചില ജോലികൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. Hallelujah. Hallelujah. Are you ready to receive that? നിങ്ങൾ അത് സ്വീകരിക്കാൻ ഇവിടെ തയ്യാറായിട്ടുണ്ടോ? Hallelujah. Hallelujah. Number 4, true prayer is like a mountain climbing experience. യഥാർത്ഥ പ്രാർത്ഥന എന്നുള്ളത് ഒരു മലകയറ്റത്തിന്റെ അനുഭവം പോലെയാണ്. അതൊന്നും എല്ലാവരും ഒന്ന് പറഞ്ഞേ. യഥാർത്ഥ പ്രാർത്ഥന ഒരു മലകയറ്റം പോലെയാണ്. That means when you climb a mountain, anytime you want to quit. അതിന്റെ അർത്ഥം ഒരു മല കയറുന്ന സമയത്ത് അതിനിടയിൽ എപ്പോ വേണമെങ്കിലും നമ്മള് ക്വിറ്റ് ചെയ്യാം, നമ്മള് നിർത്തിയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. I have gone to this Mount of Transfiguration many times. ഈ രൂപാന്തര മലയിൽ ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. How many of you have gone there? നിങ്ങൾ എത്ര പേര് Anyone gone there? ഇസ്രായേലിൽ എത്ര പേര് പോയിട്ടുണ്ട്? Mount of Transfiguration 1 2 3 4. ഈ രൂപാന്തര മലയിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട്? You know how the guides are taking us there. അവിടെ നമ്മുടെ ഗൈഡുമാരെ എങ്ങനെയാണ് അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്? First we will travel in buses. ആദ്യം നമ്മൾ ബസ്സിൽ പോകും. But midway we have to stop. എന്നാൽ ഇടയ്ക്ക് വെച്ച് ബസ് നിർത്തും. Because these buses will not climb. കാരണം ഈ വലിയ മലയിലേക്ക് ഈ ബസ് പോകില്ല. Then we have to take smaller truck like thing. എന്നാൽ അവിടെ വെച്ച് ചെറിയ ട്രക്കുകളിലേക്ക് നമ്മളെ കയറ്റും. And it will reach the near to the mountain peak. ഇത് ഏതാണ്ട് മൗണ്ടിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥലം വരെയും അത് എത്തിച്ചേരും. And from there we have to walk. ഇനി അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി നടക്കണം. In those days there were no Volvo buses. ആ കാലഘട്ടങ്ങളിൽ no trucks. അന്ന് വോൾവോ ബസ്സോ ട്രക്കോ ഉണ്ടായിരുന്നില്ല. These 4 young men, they had to climb all the way. ഈ 4 ചെറുപ്പക്കാർ അവർ ആ മല കയറണമായിരുന്നു. Look here please. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. Prayer is like this. പ്രാർത്ഥന ഇതുപോലെയാണ്. Real prayer is hard work. ഓ യഥാർത്ഥ പ്രാർത്ഥന ഒരു കഠിനാധ്വാനം തന്നെയാണ്. Whenever we went there to the top of the Mount of Transfiguration, എപ്പോഴൊക്കെ രൂപാന്തര മലയുടെ ആ ഉയർന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടോ, many people in our team had supernatural experiences. നമ്മുടെ ടീമിനകത്തുള്ള ആളുകൾക്ക് തന്നെ അസാധാരണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. One time all of us we were praying at the mountain top. ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാവരുടെ അതിന്റെ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ I heard people screaming. അവിടെ ജനങ്ങൾ ഒച്ച വെക്കുന്നത് ഞാൻ കേട്ടു. And crying in our team. നമ്മുടെ ടീമിലുള്ള ആളുകൾ ഉറക്കെ കരയുന്നത് ഞാൻ Many കണ്ടു. of them literally saw Jesus. ഒത്തിരി ആളുകളും യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടു എന്നുള്ള അനുഭവം പങ്കുവെച്ചു. And because of the happiness and joy they were crying. ഓ അവിടെ കയറുമ്പോഴുള്ള സന്തോഷം കൊണ്ട് ജനങ്ങൾ കരയുകയാണ്. Many of them got their spirits opened. ഒത്തിരി ആളുകളുടെ ആത്മാവ് അവിടെ വെച്ച് തുറക്കപ്പെടുകയാണ്. Hallelujah. Hallelujah. Let me tell you one thing. ഒരു കാര്യം ഞാൻ നിങ്ങളോട് If you are പറയാം. really serious in your prayer life, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ കാര്യഗൗരവമായിട്ട് അത് എടുക്കുന്നുണ്ടെങ്കിൽ you will have some encounters with Jesus. യേശുവുമായിട്ടുള്ള ചില കൂടിക്കാഴ്ചക്കുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുകയാണ്. Clap your hands and praise him. Come on. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് ഉറക്കെ ഹല്ലേലൂയ. Hallelujah. Prayer is spending time with the Lord away from this busy world. ഈ ലോകത്തിന്റെ തിരക്കിൽ നിന്നും മാറി ദൈവത്തോട് സമയം ചിലവഴിക്കുന്നതാണ് പ്രാർത്ഥന. One more thing. ഈ ലോകത്തിന്റെ തിരക്കിൽ നിന്നും മാറി ദൈവത്തോട് സമയം ചിലവഴിക്കുന്നതാണ് പ്രാർത്ഥന. Prayer is a transfiguration experience. ഒരിക്കൽ കൂടെ പറയട്ടെ, പ്രാർത്ഥന എന്നുള്ളത് ഒരു രൂപാന്തര അനുഭവമാണ്. Each time when we pray, ഓരോ പ്രാവശ്യവും നാം പ്രാർത്ഥിക്കുമ്പോൾ we are changing into his form step by step. അവന്റെ രൂപത്തിലേക്ക് നാം പടിപടിയായി രൂപാന്തരപ്പെടുകയാണ്. I am really excited to tell you that. ഈ കാര്യം പറയുന്നത് ഞാൻ വളരെ ആവേശത്തിലാണ്. Every morning when you pray, ഓരോ ദിവസവും രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, every day when you pray, ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, you know it or not, bit by bit, little by little, you are getting changed into his form. ഓ നിങ്ങൾ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി കുറേശ്ശെയായി നിങ്ങൾ അവന്റെ രൂപത്തോട് സാദൃശ്യം ഭവിക്കുകയാണ്.
Prayer is not a religious exercise. ഓർക്കുക, പ്രാർത്ഥന എന്നുള്ളത് ഒരു മതപരമായ ചടങ്ങല്ല. It is not a ritual, it's not an observance. അതൊരിക്കലും ഒരു ആചാരമോ എന്നും നടത്തേണ്ട ഒരു കർത്തവ്യമോ It അല്ല. is not a system, it is not a custom. അത് ഒരിക്കലും ഒരു സിസ്റ്റമോ ഒരു സമ്പ്രദായമോ അല്ല. It is getting changed into his form. ഓർക്കുക, അവന്റെ രൂപത്തോട് സാദൃശ്യപ്പെടുത്തുന്ന ഏകീഭവിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. Somebody say hallelujah. ഹല്ലേലൂയ. When we pray, നാം പ്രാർത്ഥിക്കുമ്പോൾ based on this experience, let me tell you, when we pray, the inner glory is released into the outer being. ഓർക്കുക, നാം പ്രാർത്ഥിക്കുമ്പോൾ അകത്തുള്ള മഹത്വം വെളിയിലേക്ക് വരികയാണ്. ഒന്നുകൂടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള മഹത്വം പുറത്തേക്ക് ഒഴുകുകയാണ്. I don't know how many of you capture this point. എനിക്കറിയില്ല എത്ര പേര് ഈ പോയിന്റ് പിടികിട്ടിയെന്ന്. Each time you pray, ഓരോ പ്രാവശ്യം നിങ്ങൾ the പ്രാർത്ഥിക്കുമ്പോൾ anointing inside of you, നിങ്ങളുടെ അകത്തുള്ള the അഭിഷേകം, Holy Spirit inside of you, നിങ്ങളുടെ അകത്തുള്ള the പരിശുദ്ധാത്മാവ്, glory inside of you, glory നിങ്ങളുടെ അകത്തുള്ള മഹത്വം will penetrate through your mortal fleshly being. ഓർക്കുക, നിങ്ങളുടെ അമർത്യമായ ശരീരത്തിലകത്തൂടെ അത് ഇറങ്ങി വരികയാണ്. Think break. ചിന്തിക്കാൻ ഒരു സമയം. Think about that. That is what happened with Jesus. അതാണ് യേശു കർത്താവിൽ സംഭവിച്ചത്. So many things are coming. I don't know how to express it. Hallelujah. ഹല്ലേലൂയ. Many people, we don't think about this, the serious, the important, the significance of prayer. ഒത്തിരി ആളുകൾക്കും പ്രാർത്ഥനയുടെ ഗൗരവം, പ്രാർത്ഥനയിലെ പ്രാധാന്യം എന്താണെന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. Sometimes we don't understand the greatness and the importance. ചില സമയങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ മഹത്വം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. Many times when I ministered, പല പ്രാവശ്യം ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ many times I don't realize. പലവട്ടവും ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. People come to me and say, ജനങ്ങൾ എന്റെ അടുക്കൽ വന്നിട്ട് പറയും, brother, when you are ministering, നിങ്ങൾ ശുശ്രൂഷിച്ചപ്പോൾ I saw a huge fire around you. നിങ്ങളുടെ ചുറ്റും ഒരു വലിയ അഗ്നി നിൽക്കുന്ന ഞാൻ കണ്ടു. I didn't know that. I didn't see that. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. Sometimes people come to me and say, ചില സമയങ്ങളിൽ ആളുകൾ വന്നിട്ട് പറയും, I saw a huge light around you. നിങ്ങൾക്ക് ചുറ്റും ഒരു വലിയ വെളിച്ചം നിൽക്കുന്ന ഞാൻ കണ്ടു. Sometimes people come to me and say, ചില സമയങ്ങളിൽ ജനങ്ങൾ വന്നിട്ട് പറയും, I saw Jesus standing just behind you. യേശു കർത്താവ് നിങ്ങളുടെ തൊട്ട് പുറകിൽ നിൽക്കുന്ന കണ്ടു. Many times we don't understand the seriousness. പലവട്ടവും നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല ദൈവമക്കളെ. Hallelujah. ഹല്ലേലൂയ. All of us, we are glory carriers of Jesus. ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും യേശുവിന്റെ മഹത്വത്തിന്റെ വാഹകരാണ്. Make some noise in the house of the Lord. ചേർന്ന് ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Prayer is meeting with our Creator. It is an audience with the Almighty God. ഓർക്കുക, സർവശക്തനായ നമ്മുടെ സൃഷ്ടാവിനോടൊപ്പം സമ്മേളിക്കുന്നതാണ് പ്രാർത്ഥന എന്നുള്ളത്. Now listen to this. ദയവായി ശ്രദ്ധിച്ചാലും, Prayer is seeing what the world cannot see. ഈ ലോകത്തിന് കാണാൻ സാധിക്കാത്തത് കാണുന്നതാണ് പ്രാർത്ഥന. Think about that. ചിന്തിക്കൂ. If you are a praying man, നിങ്ങളൊരു പ്രാർത്ഥനാ if you are a മനുഷ്യനാണ്, praying woman, നിങ്ങളൊരു പ്രാർത്ഥനാ സ്ത്രീയാണെങ്കിൽ you will hear things the world cannot hear. ഈ ലോകത്തിന് കേൾക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. Noah was a praying man. നോഹ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. And he heard God's voice. അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. People of his time, his generation, they did not hear. അവന്റെ കാലഘട്ടത്തിൽ തലമുറയിൽ ഉണ്ടായിരുന്ന ആളുകൾ ആ ശബ്ദം കേട്ടില്ല. Abraham heard God's voice. അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടു. Others did not hear. എന്നാൽ കൂടെ ഉണ്ടായിരുന്നവർ കേട്ടില്ല. If you are a child of God, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, if you are in the habit of praying, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുള്ള വ്യക്തിയാണെങ്കിൽ, you will hear and see the things the world cannot hear and see. ഓർക്കുക, ഈ ലോകത്തിന് കേൾക്കുവാൻ സാധിക്കാത്ത സ്വർഗീയമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. Amen. ആമേൻ. Hallelujah. Hallelujah. So never quit praying. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കരുത്.
പ്രാർത്ഥന നിർത്തരുത്. Sometimes ചില സമയങ്ങളിൽ you will not see sudden results. പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്നിരിക്കും. One of the specialities of human nature is that we all are impatient. മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് നാം എല്ലാവരും അക്ഷമരാണ്. We want everything now. എല്ലാവർക്കും ഉടനടി ഉത്തരം വേണം. Only 14 years. 14 വർഷം മാത്രം. I want to get married. ഓ എനിക്ക് കല്യാണം കഴിക്കണം. Not here, in Kerala. ഇവിടെ അല്ലാട്ടോ, കേരളത്തിലാ. Mummy, I like that boy. മമ്മി, എനിക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടു. But you're not of marriageable age. പക്ഷേ നിനക്ക് കല്യാണം കഴിക്കാനുള്ള Oh, പ്രായമായി. I want that boy. ഇല്ല, എനിക്ക് ആ പയ്യനെ തന്നെ മതി. People have no patience to wait. അവർക്ക് കാത്തിരിക്കുവാനുള്ള ക്ഷമ ഇന്നത്തെ ജനങ്ങൾക്കില്ല. ഏതോ പെൺപിള്ളേരോട് ആൺപിള്ളേരോടൊക്കെ കർത്താവ് സംസാരിക്കുന്നുണ്ടല്ലോ, അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. It's coming. Be patient in your life. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമയുള്ളവരായിട്ട് മാറുക. Never take a hasty step in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ചുവട് നിങ്ങൾ എടുത്തു പിടിക്കരുത്. Whenever you take a hasty step, you are heading to danger. എപ്പോഴും ഓർക്കുക, എടുത്തു ചാടിയുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ അപകടത്തിലേക്കാണ് നിങ്ങളുടെ കാൽച്ചുവടുകൾ എടുത്തു വെക്കുന്നത്. That's why I waited 29.5 years to get this girl. അതുകൊണ്ടാണ് ഞാൻ 29.5 വർഷം കല്യാണം കഴിക്കാൻ വേണ്ടി എടുത്തത്. ഈ പെണ്ണിന് വേണ്ടി കാത്തുനിന്നു. Wait and wait and wait, good things will come. ഓ, കാത്തിരുന്ന് നല്ല കാര്യങ്ങൾ വരികയാണ്. Not at 13, maybe at 30 God will do. It is God's time. ഓർക്കുക, 13-ലല്ല 30-ലും കർത്താവിന്റെ സമയത്ത് അവൻ സകലതും ഭംഗിയായി ചെയ്യും. Give the Lord a clap of praise. കൈകൾ രണ്ട് ചേർത്തടിച്ച് Shout a big hallelujah. Healthy hallelujah to the Lord. Praise the Lord. അമ്മാമയ്ക്ക് വെള്ളം കുടിക്കാൻ സമയം. Hallelujah. Hallelujah. Prayer opens the realm of vision. പ്രാർത്ഥന ദർശനത്തിന്റെ തലങ്ങളെ തുറക്കുന്നു. Hallelujah. Hallelujah. If you pray, God will open doors of visions and dreams. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദർശനങ്ങളുടെ വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ കർത്താവ് തുറക്കും. And you will be rich with a lot of experiences so that you can minister to people. ഓർക്കുക, വിവിധ അനുഭവങ്ങളിൽ സമ്പന്നരാക്കി നിങ്ങൾ മാറുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കാനായി സാധിക്കും. Sometimes we will have to sit silent when we pray. ചില സമയങ്ങളിൽ പ്രാർത്ഥനയിൽ നാം നിശബ്ദരായി തീരേണ്ടതായിട്ടുണ്ട്. Many times you are very good talkers. ഒത്തിരി സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഒത്തിരി സംസാരിക്കുന്നതിൽ മിടുക്കരാണ്. 1 hour prayer. 1 മണിക്കൂർ പ്രാർത്ഥന. Talking. ഓ, കർത്താവിനോട് മൊത്തം സംസാരിച്ച് We are not giving any gap to God to talk something. ഓ, കർത്താവിന് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് പോലും നമ്മൾ കൊടുക്കില്ല. So much talking. ഒത്തിരി നാം അങ്ങോട്ട് സംസാരിക്കുകയാണ്. Psalm 4 and verse number 10 says, സങ്കീർത്തനം 4:10 പറയുന്നു, Be silent and know God. മിണ്ടാതിരുന്ന് അവൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞേ, മിണ്ടാതിരിക്കെ. Be silent. Hallelujah. Hallelujah. Be silent. മിണ്ടാതിരിക്കുക. Praise God. Praise God. That is a harder part of prayer. അത് പ്രാർത്ഥനയിലെ കുറച്ചുകൂടെ വൈഷമ്യമേറിയ ഒരു കാര്യമാണ്. We all think that in prayer we have to speak non-stop. ഓ, നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. Waiting in the presence of God is an art. ഓ, എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുക എന്നുള്ളത് ഒരു കലയാണ്. Hallelujah. Hallelujah. If you learn that, നമ്മൾ അത് പഠിച്ചാൽ, if you align your life to that, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിച്ചാൽ, much more things we can attain from the Lord. കർത്താവിൽ നിന്ന് വലിയ കാര്യങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കാൻ സാധിക്കും. Somebody say hallelujah. Hallelujah. Prayer is a strengthening experience. പ്രാർത്ഥന എന്നുള്ളത് ശാക്തീകരണത്തിന്റെ ഒരു അനുഭവമാണ്. Somebody say hallelujah. Hallelujah. Prayer gives you lasting memories about God.
memories. പ്രാർത്ഥന നമ്മളിൽ നിലനിൽക്കുന്ന ചില ഓർമ്മകൾ കർത്താവിൽ നിന്ന് നൽകുന്നതാണ്. Are you listening to this? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? Prayer will change your perspective and outlook. പ്രാർത്ഥന നിങ്ങളുടെ കാഴ്ചപ്പാടിന് മാറ്റം വരുത്തുന്ന കാര്യമാണ്. Brothers and sisters, listen to me. സഹോദരന്മാരെ സഹോദരിമാരെ ശ്രദ്ധിച്ചാലും Prayer will change the course of your life. പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിക്ക് മാറ്റം It വരുത്തുന്നതാണ്. has happened to me. ഹല്ലേലൂയ. It has happened to me നിങ്ങൾ- many a times. ഇത് എന്റെ ജീവിതത്തിൽ പലവട്ടം സംഭവിച്ചിട്ടുണ്ട്. പലവട്ടം If you pray, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ it will change the course of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിക്ക് തന്നെ മാറ്റമുണ്ടാകും. It will change the direction. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയ്ക്ക് It will മാറ്റമുണ്ടാകും. change your belief systems. നിങ്ങളുടെ വിശ്വാസ രീതികൾക്ക് It മാറ്റം will വരും. change your vision and mission. നിങ്ങളുടെ ദർശനത്തിനും ദൗത്യത്തിനും മാറ്റമുണ്ടാകും. It will change your ministry. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അതിന് മാറ്റം വരുത്തും. Hallelujah. ഹല്ലേലൂയ. One day Peter was praying. ഒരു ദിവസം പത്രോസ് He was പ്രാർത്ഥിക്കുകയായിരുന്നു. very hungry. വളരെയധികം വിശപ്പുണ്ട്. The mistress of the house was cooking, busy. വീട്ടമ്മ ഇപ്പോൾ വളരെയധികം പാചകത്തിൽ വളരെയധികം തിരക്കിലാണ്. And Peter went into trance. പെട്ടെന്ന് പത്രോസ് ഉറക്കത്തിലേക്ക് വഴുതി. Maybe because of his hunger, I don't know. Maybe because of Hunger. അദ്ദേഹത്തിന്റെ വിശപ്പ് കൊണ്ടായിരിക്കാം. He went into a trance. പെട്ടെന്ന് ഒരു ഉറക്കത്തിലേക്ക്. But he was praying that time. എന്നാൽ ആ സമയത്ത് In the അദ്ദേഹം spirit. ആത്മാവിൽ അദ്ദേഹം He പ്രാർത്ഥിക്കുകയായിരുന്നു. saw a vision അദ്ദേഹം ഒരു ദർശനം കണ്ടു. that changed the world history. അത് ചരിത്രത്തെ തന്റെ ഈ ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിയതാണ്. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? Till that time, ആ സമയം വരെയും Peter was preaching only to Jews. My people, my brethren and sistren. അതുവരെയും പത്രോസ് തന്റെ ജനങ്ങളുടെ യഹൂദന്മാരുടെ ഇടയിൽ എന്റെ സഹോദരന്മാർ എന്റെ സഹോദരിമാർ എന്ന് പറഞ്ഞ് മാത്രം That ശുശ്രൂഷ. was his vision, that was his mission. അതായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം. But the Lord showed him a vision. എന്നാൽ ദൈവം അന്നൊരു ദർശനം തന്നെ കാണിച്ചു. Huge sheet is coming down. ഒരു വലിയ ഒരു തുപ്പട്ടി ഇറങ്ങി And വരികയാണ്. all kinds of animals and reptiles and birds were coming down. എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും പറവജാതികളും എല്ലാം ആ ഷീറ്റിനകത്ത് ഇറങ്ങി And the വരികയാണ്. Holy Spirit said, Peter, eat all of them. എന്നിട്ട് പരിശുദ്ധാത്മാവ് പത്രോസിനോട് പത്രോസെ അറുത്തു തിന്നുക. And Peter said, no, I'm a Jew. I cannot do that. പത്രോസ് പറഞ്ഞു, അയ്യോ എനിക്ക് പറ്റില്ല, ഞാനൊരു യഹൂദനാണ്, I cannot take any unclean animal or unclean bird. മലിനമായിട്ടുള്ള ഈ മൃഗങ്ങളെയും ഈ പറവകളെയും എനിക്ക് ഭക്ഷിക്കാൻ പാടുള്ളതല്ല. But the Holy Spirit gave him an admonition. എന്നാൽ പരിശുദ്ധാത്മാവ് വീണ്ടും അവനെ നിർബന്ധിച്ചു. And that changed his ministry. അത് അവന്റെ ശുശ്രൂഷയെ മാറ്റിമറിച്ചു. I am prophesying over you tonight. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി The പ്രവചിക്കുകയാണ്. Holy Spirit is going to give you some visions. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ദർശനങ്ങൾ നിങ്ങൾക്ക് And that will നൽകുകയാണ്. change the whole ministry. നിങ്ങളുടെ മുഴുവൻ ശുശ്രൂഷയ്ക്കും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ To പോകുകയാണ്. this fellowship, the Holy Spirit says, ഈ കൂട്ടായ്മയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, the Lord is going to give you some rich revelation. പരിശുദ്ധാത്മാവ് ചില ഉയർന്ന ഏറ്റവും സമ്പന്നമായ ചില വെളിപ്പാടുകൾ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. And the whole ministry course is going to change. നിങ്ങളുടെ ശുശ്രൂഷയുടെ രീതികൾക്ക് മൊത്തത്തിലുള്ള രീതികൾക്ക് തന്നെ മാറ്റം വരികയാണ്. Somebody say amen. ആമേൻ. Somebody say I receive it. ഓ ഞാനത് സ്വീകരിക്കുന്നു. Prayer will reveal the plan of God for your life. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ വെളിപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. Hallelujah. ഹല്ലേലൂയ. Prayer will give you strength to carry your cross. നിങ്ങളുടെ കുരിശിനെ ചുമക്കുവാനുള്ള ശക്തി നൽകുന്നതാണ് പ്രാർത്ഥന. Now, this episode happened only a few weeks before the crucifixion. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ചില ദിവസങ്ങൾക്ക് ചില ആഴ്ചകൾക്ക് തൊട്ട് മുൻപായിട്ടാണ് ഈ ഒരു പരമ്പര നടക്കുന്നത്. God does everything well calculated. ഓർക്കുക, ദൈവം സകല കാര്യങ്ങളെ ഏറ്റവും കൃത്യതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. Hallelujah. ഹല്ലേലൂയ. Through this experience, ഈ ഒരു അനുഭവത്തിലൂടെ Jesus was strengthened. യേശു കർത്താവ് ഇവിടെ And ശാക്തീകരിക്കപ്പെട്ടു. the disciples also were strengthened. തന്റെ ശിഷ്യന്മാരും ഇപ്പോൾ ശാക്തീകരിക്കപ്പെട്ടു. Look here, please. ദയവായി ശ്രദ്ധിച്ചാലും, If you are going through very tough situations in your life, നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വൈഷമ്യമേറിയ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, mountain climbing, ഒരു വലിയ മലക്കയറ്റം, brother, for the last 9 years I am climbing like ബ്രദറെ, കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ കയറിക്കൊണ്ടിരിക്കുക. struggles. ഓ ബുദ്ധിമുട്ടുകൾ തന്നെ. Someone sitting here tonight, ഇന്ന് രാത്രി അതുപോലെ ആരും ഇവിടെ ഇരിക്കുന്നുണ്ട്. the Lord shows me 9 years. കർത്താവ് എന്നെ കാണിക്കുന്ന 9 For the വർഷം. last 9 years you are struggling. ഓ കഴിഞ്ഞ 9
49 വർഷമായി നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. Let me prophesy over you. നിങ്ങളെ നോക്കി ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കട്ടെ. Greater things are on the way. ഇതാ വലിയ കാര്യങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. God is strengthening you. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കുകയാണ്. Greater things are on the way. ഓ ഇതാ വലിയ കാര്യങ്ങൾ A വരുന്നു. great release is coming. ഇതാ ഒരു വലിയ വിടുതലുകൾ വരികയാണ്. Shout a big hallelujah. ചേർന്നൊരു വലിയ ഹല്ലേലൂയ. Look here. Prayer will make you a tough guy so that you will never be easily defeated. പ്രാർത്ഥന നിങ്ങളെ ഒരു കഠിന മനുഷ്യനായി ശക്തനായ ഒരു മനുഷ്യനാക്കി തീർക്കും. അതുകൊണ്ട് നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. Hallelujah. ഹല്ലേലൂയ. Prayer toughens your inner being. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളെ പ്രാർത്ഥന കാഠിന്യപ്പെടുത്തും. Hallelujah. ഹല്ലേലൂയ. Now I'm going to tell you one more thing and I'm going to pray for you. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. And this is a glad news. ഇതൊരു വളരെ സന്തോഷ വാർത്തയാണ്. Look here. A small prayer can make a big difference. ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ മാറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവരും കേട്ടിട്ടില്ല. ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ മാറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്ക് ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ മാറ്റത്തെ. അടുത്ത ആൾക്ക് അത് പറഞ്ഞു കൊടുക്കും. ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ മാറ്റത്തെ കൊണ്ടുവരാൻ ഒരു സാധിക്കും. 4-5 പേരെ തൊട്ടിട്ട് പറ, നിങ്ങളുടെ കൊച്ചു പ്രാർത്ഥനയ്ക്ക് വലിയ മാറ്റം ഉളവാക്കാൻ കഴിയും. ഓ നിങ്ങളുടെ കൊച്ചു പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. പറഞ്ഞേ, പലരോട് പറ. ഓ ഒരു Do you believe that? Do you believe that? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? There was a lady and her name was Hannah. ഒരു ഹന്ന എന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. Her husband had a second wife. അവളുടെ ഭർത്താവിന് ഒരു രണ്ടാം ഭാര്യ ഉണ്ടായിരുന്നു. She had children. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. Hannah had no children. എന്നാൽ ഹന്നയ്ക്ക് മക്കളില്ല. But one day, എന്നാൽ ഒരു ദിവസം she decided something in her heart. അവളുടെ ഹൃദയത്തിൽ അവൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു. Everything was planned. എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചു. She had the mental picture. അവളുടെ മനസ്സിൽ ഒരു മാനസിക ചിത്രം അവൾ ഉണ്ടാക്കി. I will go to the house of the Lord. ഞാൻ കർത്താവിന്റെ ആലയത്തിലേക്ക് ചെല്ലും. And I will pour out my heart before the Lord, not before the priest, not before the husband, but before the Lord. ഓ ഞാൻ എൻ്റെ ഹൃദയത്തെ പുരോഹിതന്റെ മുൻപിലല്ല, സ്വന്തം ഭർത്താവിന്റെ മുൻപിലല്ല, കർത്താവിന്റെ മുൻപിൽ പകരും എന്ന് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചു. The Lord is speaking to some of you sitting here. ഇവിടെ ഇരിക്കുന്ന ചില ആളുകളോട് കർത്താവ് സംസാരിക്കുകയാണ്. Never cry around it, speaking out your problems. ഓ നിങ്ങളുടെ പ്രശ്നങ്ങളെ പ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞു മോങ്ങിക്കൊണ്ട് നടക്കല്ലേ. Never be a complaint box in front of your husband. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുൻപിൽ ഒരു പരാതി പെട്ടികളായിട്ട് തീരല്ലേ. Go to the house of the Lord. ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെല്ലുക. Pour out your full heart before your Creator. കർത്താവിന്റെ മുൻപിൽ നിങ്ങളുടെ മുഴുവൻ ഹൃദയത്തെ അങ്ങ് പകരുക. This lady did that. ഈ സ്ത്രീ അത് ചെയ്തു. Even the minister, the priest Eli said she's drunken. ഓ നോക്കുക, അവിടെ ഇരുന്ന ഏലി പുരോഹിതൻ പോലും ചിന്തിച്ചു അവൾ മദ്യപിച്ചിരിക്കുകയാണെന്ന്. But this lady, എന്നാൽ ഈ സ്ത്രീ, a prayerful lady, ഓ പ്രാർത്ഥനാ സ്ത്രീ, she poured out her heart before the Lord. അവളുടെ ഹൃദയം അവൾ ദൈവസന്നിധിയിൽ പകർന്നു. And that day, ആ ദിവസം she signed on an agreement with the Lord. കർത്താവുമായിട്ട് ഒരു കരാറിൽ, ഒരു എഗ്രിമെന്റിൽ അവൾ ഒപ്പിട്ടു. She said, അവൾ പറഞ്ഞു, if you give me a son, നീ എനിക്ക് ഒരു മകനെ തന്നാൽ I will give it back to you. ഞാൻ അവനെ നിനക്ക് തിരികെ തരും. I will conceive, I will carry him, I will deliver of the child, I will give him back to you. അവനെ ഞാൻ ഗർഭം ധരിക്കും, അവനെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കും, അവനെ ഞാൻ പ്രസവിക്കും, എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ തിരികെ നിനക്ക് തരും. This is the revelation every mother should have. ഈ ഒരു വെളിപ്പാടാണ് എല്ലാ അമ്മമാർക്കും ഉണ്ടായിരിക്കേണ്ടത്. After delivery, everybody say, I have a baby boy. ഡെലിവറിക്ക് ശേഷമായിട്ട് എല്ലാവരും പറയും, എനിക്കൊരു ആൺകുഞ്ഞുണ്ട്. And I will grow him. ഞാൻ ഇവനെ വളർത്തും. I will make him a great doctor. ഞാൻ അവനൊരു വലിയ ഡോക്ടറാക്കി തീർക്കും. MBBS, FRCS, London. MBBS, FRCS, London. But Hannah did not say that. എന്നാൽ ഹന്ന അങ്ങനെയല്ല പറഞ്ഞത്. If you give me a son, നീ എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകിയാൽ
I will be only the foster mother, you will be the owner. ഓ ഞാൻ അവന്റെ ഒരു വളർത്തമ്മ മാത്രമായിരിക്കും, നീ ആയിരിക്കും അവന്റെ യഥാർത്ഥ How രക്ഷകർത്താവ്. many parents sitting here have the guts to say to the Lord, I am only a foster father, a foster mother. My children are yours. The ownership is yours. ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് ചങ്കൂറ്റത്തോടെ നട്ടലോടെ കർത്താവിനോട് കൈയുയർത്തി പറയാൻ സാധിക്കും, കർത്താവേ എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ വളർത്തപ്പനും വളർത്തമ്മയും മാത്രമാണ്, യഥാർത്ഥ അവകാശി, യഥാർത്ഥ അപ്പൻ നീയാണ് കർത്താവേ, നിന്റെ അവകാശമാണ് എന്റെ മക്കൾ. Hello. ഹലോ Fathers and mothers, the problem is solved. ഓ പിതാക്കന്മാരെ, മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ പ്രശ്നം അവസാനിച്ചു. Praise God. So many parents cry because they own their children. ഒത്തിരി മാതാപിതാക്കളും കരയുന്നു, കാരണം അവർ തങ്ങളുടേതാക്കി തങ്ങളുടെ മക്കളെ പിടിച്ചു വെച്ചിരിക്കുക. Hey, release them to the Lord. കർത്താവിന് വേണ്ടിയിട്ട് അങ്ങ് വിട്ടുകൊടുക്ക്. Jesus said, let the children come to me. കർത്താവ് പറഞ്ഞത് പൈതങ്ങൾ എന്റെ അടുക്കൽ വരട്ടെ. Many parents do not release their children so that they can sit at the lap of Jesus. ഒത്തിരി ആളുകളും ഒത്തിരി മാതാപിതാക്കളും അവർക്ക് യേശുവിന്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ വിടാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് യേശുവിന്റെ മടിയിലിരിക്കാൻ സാധിക്കുന്നില്ല. And even if some of them say, Mama, Daddy, I want to go to that prayer. ചില ആളുകൾ ഇതുപോലും പറയാറുണ്ട്, മമ്മ ഡാഡി എനിക്ക് ആ പ്രാർത്ഥനയ്ക്കൊന്ന് പോണം. You cannot go to that prayer. നിനക്ക് ആ പ്രാർത്ഥനയ്ക്ക് പോകാൻ സാധ്യമല്ല. Within 3 years, you will start crying. എന്നാൽ 3 വർഷത്തിന് ഉള്ളിൽ നിങ്ങൾ കരയേണ്ടതായിട്ട് വരും. Release your children to the hands of the Lord. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെ വിട്ടുകൊടുക്കുക. I am speaking these words with weeping in my heart. എന്റെ ഹൃദയത്തിൽ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ ഇവിടെ ഇരിക്കുന്ന Some parents sitting here, you have grieved the Holy Spirit. ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. They wanted to turn to the spiritual side, but you were the hindrance. അവർ ആത്മീകമായ കാര്യങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ച സമയത്ത് നിങ്ങൾ അത് തടഞ്ഞ വ്യക്തികളാണ്. When I was 16 years, and when I gave my heart to the Lord, ഞാൻ 16 വയസ്സുള്ള സമയത്ത് എന്റെ ഹൃദയത്തെ ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തപ്പോൾ the greatest blockade was not Mr. Lucifer. The greatest blockade was my parents. എന്റെ ഏറ്റവും വലിയ തടസ്സം എന്നുള്ളത് മിസ്റ്റർ ലൂസിഫർ ആയിരുന്നില്ല, പകരം എന്റെ മാതാപിതാക്കളായിരുന്നു. They said, no, you cannot go. It will spoil your education. ഓ നീ ഈ പ്രാർത്ഥനയ്ക്കൊന്നും പോകരുത്, ഇത് നിന്റെ പഠിപ്പ് മുടക്കും. My parents tore my Bible. എന്റെ മാതാപിതാക്കൾ എന്റെ ബൈബിൾ കീറി. Each time when they tore it, I glued it with Fevicol. I sticked it together and I started using it. ഓരോ പ്രാവശ്യവും അവരെന്റെ ബൈബിൾ കീറിയപ്പോഴും പശ വെച്ച് എന്റെ ബൈബിളിന്റെ പേജുകൾ ഞാൻ ഒട്ടിച്ച് ചേർത്ത് വെച്ച് വായിക്കുമായിരുന്നു. Let me tell you one thing. ഒരു കാര്യം കൂടെ പറയട്ടെ. I was stubborn for Jesus. I was stubborn and tough for Jesus. യേശു കർത്താവിന് വേണ്ടി ഞാൻ വളരെ കഠിനമായി ഉറച്ചു നിൽക്കുന്ന ഒരു I said to വ്യക്തിയാണ്. my parents, with all respect, എല്ലാ ബഹുമാനത്തോടും ഞാൻ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, you can kill me, you can cut my head away, but I will never go back from Jesus. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, നിങ്ങൾക്ക് എന്റെ തല വേണമെങ്കിൽ ഛേദിക്കാം, പക്ഷെ ഒരിക്കലും എന്റെ യേശുവിനെ വിട്ട് ഞാൻ പോകില്ല. Many years they tried to take me back from Jesus. ഒത്തിരി വർഷങ്ങൾ അവർ എന്നെ യേശുവിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് വലിക്കുവാൻ ആഗ്രഹിച്ചു. Each time they tried, I was going with greater acceleration. ഓരോ പ്രാവശ്യവും എന്നെ പുറകോട്ട് വലിക്കാൻ ശ്രമിച്ചപ്പോഴും ഞാൻ കൂടുതൽ വേഗത്തോടെ ആഞ്ഞു മുന്നോട്ട് കുതിച്ചു. I know today the Lord is honoring my ministry because I stood for Jesus. ഇന്ന് എനിക്കറിയാം, ഞാൻ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടാണ് ഈ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നത്.
In our last youth camp, hundreds and hundreds of teenagers and youths came across the state and even from other states. കഴിഞ്ഞ നമ്മുടെ യൂത്ത് ക്യാമ്പിൽ നൂറുകണക്കിന് കൗമാരപ്രായക്കാരും യൗവനക്കാരും കേരളക്കരയിൽ നിന്നും അടുത്ത അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കടന്നു വന്നു. And when we are away from there, these 2 weeks they had 2 regional youth camps. ഞങ്ങളിപ്പോൾ അവിടെ ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് ഈ 2 ആഴ്ചകളിൽ 2 സ്ഥലങ്ങളിലായി പ്രാദേശിക യൂത്ത് ക്യാമ്പുകൾ നടക്കുകയാണ്. Hundreds of teenagers and youths are coming. നൂറുകണക്കിന് യൗവനക്കാർ കൗമാരപ്രായക്കാർ അതിൽ വരികയാണ്. It's a lovely sight to see youngsters coming for the Lord. കർത്താവിന് വേണ്ടി ചെറുപ്പക്കാർ ഇറങ്ങി വരുന്നത് കാണുന്നത് ഒരു കാഴ്ച തന്നെയാ. Jumping and dancing for the Lord. കർത്താവിന് വേണ്ടി നൃത്തം ചെയ്ത് ആരാധിക്കുന്ന കാഴ്ച. I'm asking to Jesus for millions of youngsters to be released for Jesus. യേശു കർത്താവിന് വേണ്ടി ദശലക്ഷക്കണക്കിന് യൗവനക്കാരെ യേശുവിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. 2016, I know the numbers will be bigger and greater. 2016 ഇതിന്റെ എണ്ണം വളരെയധികം വലുതായിരിക്കും. In the Holy Spirit, I prophesy tonight. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. Many youngsters are going to come to this fellowship. ഈ കൂട്ടായ്മയിലേക്ക് ഒത്തിരി യൗവനക്കാർ ചേർന്ന് വരാൻ പോകുകയാണ്. And I also have a word for you, firebrand. Firebrand youths will be coming. എന്ന് മാത്രമല്ല ഒരു പ്രത്യേക വാക്ക് കർത്താവിനെ കാണിക്കുകയാണ്, ഫയർ ബ്രാൻഡ്. അതുപോലുള്ള യൂത്ത്സ് ഇവിടേക്ക് വരുവാൻ പോകുകയാണ്. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? Lift your hands and call them in. കൈകൾ ഉയർത്തിക്കൊണ്ട് just call them in. അവരെ അകത്തേക്ക് വിളിച്ചു വരുത്തിയാലും just call them. കൈകൾ രണ്ടും ഉയർത്തിയിട്ട് അവരെ വിളിക്കുക, കൈകൊണ്ട് വിളിക്കുക. Youths come from the north. അകത്തേക്ക് അവരെ വിളിക്കുക. Youths come from the south. തെക്ക് നിന്നും വടക്ക് നിന്നും യൗവനക്കാർ വരട്ടെ. Youths come from the east. കിഴക്ക് നിന്നും യൗവനക്കാർ വരട്ടെ. Come from the west. പടിഞ്ഞാറ് നിന്ന് യൗവനക്കാർ വരട്ടെ. In the spirit, call them please. ആത്മാവിൽ കൈകൾ ഉയർത്തിയിട്ട് അകത്തേക്ക് വാ എന്ന് പറഞ്ഞൊന്ന് വിളിക്കാമോ? അകത്തേക്ക് വാ. At the same time, release your children to the laps of Jesus. നിങ്ങളുടെ സ്വന്തം മക്കളെ ഇപ്പോൾ യേശുവിന്റെ മടിയിലേക്ക് കൊണ്ട് നിർത്താമോ? Lord, I give my children to you. കർത്താവേ, എന്റെ മക്കളെ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. Hallelujah. Hallelujah. Can I tell you one more story and close? ഒരു കഥ കൂടെ ഞാൻ പറഞ്ഞോട്ടെ? Will you give me a permission? നിങ്ങൾ അതിനുള്ള അനുവാദം എനിക്ക് തരുമോ? There was a mother who had 7 children. ഒരു അമ്മയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. This happened in world history. ഇത് ലോക ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. She sent the first one for ministry. ആദ്യത്തെ മകനെ, ആദ്യത്തെ വ്യക്തിയെ താൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി as a missionary. ഒരു മിഷണറി ആയിട്ട്. Very soon he was killed. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം രക്തസാക്ഷിയായി. She sent the second one. രണ്ടാമത്തെ ആളെ അയച്ചു. He was killed. അവനും മരിച്ചു. Third one. മൂന്നാമത്തെ ആൾ killed. അവനും കൊല്ലപ്പെട്ടു. Fourth, fifth, sixth. 4, 5, 7th one killed. ഏഴാമത്തെ ആളും അവസാനത്തെ ആളും. All of them were killed as missionaries. എല്ലാവരും സുവിശേഷകന്മാരായി ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊല്ലപ്പെട്ടു. The local pastor visited her. അവളുടെ പ്രാദേശിക സഭയിലെ പാസ്റ്റർ അവളെ വന്നു കണ്ടു. He had no words to comfort her. അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു വാക്കുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. The pastor said, പാസ്റ്റർ പറഞ്ഞു, Mama, I'm very sorry. അമ്മേ, I'm very sorry. And we can hope that we can see them in heaven. നമുക്ക് അവരെ സ്വർഗ്ഗത്തിൽ കാണാൻ സാധിക്കും എന്നതിൽ നമുക്ക് പ്രത്യാശിക്കാം. The mother said, അമ്മ പറഞ്ഞു, Don't worry, pastor. പാസ്റ്ററെ പേടിക്കണ്ട. If I had an 8th son, I would have sent him also. എനിക്കൊരു 8ാമത്തെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവനെയും ഞാൻ അയച്ചേനെ. Hallelujah. Hallelujah. Delivering children for Jesus. യേശുവിന് വേണ്ടി നിങ്ങളുടെ മക്കളെ വിട്ടുകൊടുക്കുക. I have never preached like this anywhere. ഞാൻ എങ്ങും തന്നെ ഇതുപോലെ പ്രസംഗിച്ചിട്ടില്ല. I know something about this church. എനിക്ക് ഈ സഭയെക്കുറിച്ച് ചില കാര്യം I know something about the people sitting here. ഇവിടെ ഇരിക്കുന്ന ചിലരെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. Your children has a call. നിങ്ങളുടെ മക്കൾക്കൊരു വലിയ വിളിയുണ്ട്. Hallelujah. Maybe they will become doctors or engineers or software engineers. Let them become. No problem. അവർ ഒരുപക്ഷേ എഞ്ചിനീയേഴ്സോ ഡോക്ടേഴ്സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ ആകട്ടെ, കുഴപ്പമില്ല. But let them shine for Jesus. എന്നാൽ അവർ യേശുവിന് വേണ്ടി പ്രകാശിക്കുന്നവരായി തീരണം. If they have
a call, let them become full-time ministers. അവർക്ക് അങ്ങനെ ഒരു വിളിയുണ്ടെങ്കിൽ അവർ പൂർണ്ണ സമയ ശുശ്രൂഷകന്മാരായി തീരട്ടെ. Hallelujah. Many years back, Shema gave me my first son. ചില വർഷങ്ങൾക്ക് മുമ്പ് ഷെമ എന്റെ ആദ്യത്തെ മകനെ എനിക്ക് നൽകി. Within 20 minutes, the baby was in my hands. 20 മിനിറ്റിനുള്ളിൽ എന്റെ കയ്യിലേക്ക് ആ കുട്ടിയെ കിട്ടി. In the hospital. ഹോസ്പിറ്റലിൽ. I carried the boy to a corridor. ഞാൻ ആ ആൺകുട്ടിയെ ഒരു കോറിഡോറിൽ പിടിച്ചുകൊണ്ട് നിന്നു. I could not wait for a Sunday to come to dedicate the baby. ഒരു ഞായറാഴ്ച വരെയും ആ കുട്ടിയെ പ്രതീക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് സാധിച്ചില്ല. Within 20 minutes, the boy wet in my hands, I dedicated him for the Lord. ആദ്യത്തെ 20 മിനിറ്റിനുള്ളിൽ തന്നെ എന്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിനെ ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. 2 years passed by. 2 വർഷം കഴിഞ്ഞു. Shema gave me my girl. രണ്ടാമത് എനിക്ക് ഒരു പെൺകുഞ്ഞിനെ 20 minutes, I went to the same corridor of the same hospital. 20 മിനിറ്റിനുള്ളിൽ അതേ ഹോസ്പിറ്റലിൽ അതേ കോറിഡോറിൽ I dedicated her for the Lord. അവളെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. They are very young now. അവരിപ്പോൾ ചെറുപ്പക്കാരാണ്. My son is a preacher. ഇപ്പോൾ എന്റെ മകൻ ഒരു പ്രാസംഗികനാണ്. The girl is a worship leader. പെൺകുട്ടി ഒരു വർഷിപ്പ് ലീഡറും. I have only one dream about them. എനിക്ക് അവരെ കുറിച്ച് ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ. They should shine for Jesus. അവർ യേശുവിന് വേണ്ടി പ്രകാശിക്കണം. They should shine for Jesus. Shall we pray? Shall we lift our hands and pray? Shall we stand? ദയവായി അതത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാമോ? What are your dreams about your children? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം എന്താണ്? Parents are the greatest dream killers, dream destroyers. ഓർക്കുക, മാതാപിതാക്കളാണ് മക്കളുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന ഏറ്റവും വലിയ വ്യക്തികൾ. Take your children in your hands. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിലേക്ക് ഒന്ന് എടുത്തുയർത്താമോ? Hold like this. ഞാൻ ഈ കൈ തുറന്നിരിക്കുന്ന പോലെ ഇതുപോലെ കൈകളിലേക്ക് ഒന്ന് എടുത്തു പിടിക്കാമോ? And slowly lift them to Jesus. എന്നിട്ട് മെല്ലെ മെല്ലെ ആ കൈ അങ്ങ് ഉയർത്താമോ? മെല്ലെ മെല്ലെ ഉയർത്തുക ഉയർത്തുക Hand them over to the giver. യേശുവിന്റെ കയ്യിലേക്ക് അങ്ങ് എടുത്തു വെച്ച് കൊടുക്ക്. Hand them over to the giver. ഓ, തന്നവന്റെ കയ്യിലേക്ക് അങ്ങ് തിരികെ കൊടുക്ക്. Tell him, Lord, I'm giving my children back to your hands. എന്നിട്ട് പറ, കർത്താവേ, നീ എന്നെ വളർത്താൻ ഏൽപ്പിച്ച കുഞ്ഞിനെ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. The Holy Spirit tells me one thing. പരിശുദ്ധാത്മാവ് ഒരു കാര്യം എന്നോട് പറയുന്നു. Because you are dedicating, committing your children to the Lord. നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ മക്കളെ സമർപ്പിച്ചിരിക്കുന്നുണ്ട്. The devil will have no hold on your children. നിങ്ങളുടെ മക്കളുടെ മേൽ പിശാചിന് ഒരു അവകാശവും The world ഉണ്ടായിരിക്കുകയില്ല. will have no hold on your children. ഈ ലോകത്തിന് നിങ്ങളുടെ മക്കളുടെ മേൽ യാതൊരുവിധ അവകാശവും The ഉണ്ടായിരിക്കുകയില്ല. flesh will have no hold on your children. ഒരു ജഡത്തിനും ഈ മക്കളുടെ മേൽ അവകാശം ഉണ്ടായിരിക്കുകയില്ല. The Western culture will have no hold on your children. ഈ പാശ്ചാത്യ രാജ്യത്തിന്റെ സമ്പ്രദായങ്ങൾ നിങ്ങളുടെ മക്കളെ ബാധിക്കുകയില്ല. But heaven will have a hold on them. Heaven will have a hold on them. എന്നാൽ സ്വർഗം അവരുടെ മേൽ അവകാശം ഉന്നയിക്കുകയാണ്. Jesus will have a hold on them. എന്നാൽ യേശു കർത്താവിന് അവന്റെ മേൽ ഒരു പിടിയുണ്ടാവുകയാണ്. The Holy Spirit will have a hold on them. പരിശുദ്ധാത്മാവിന് അവരുടെ മേൽ ഒരു അവകാശം ഉണ്ടാവുകയാണ്. Anointing will have a hold on them. അഭിഷേകത്തിന് അവരുടെ മേൽ അവകാശം ഉണ്ടാവുകയാണ്. I prophesy and declare that all the children these parents have, they are the property of Jesus. ഓ, ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ നിൽക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ ഓരോരുത്തരും യേശു കർത്താവിന്റെ സ്വത്തത്രേ. Tonight I command the Lucifer and his team to take their hands off of the children. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പൈശാചിക ആത്മാവിനോട്, സാത്താനോട് കുഞ്ഞുങ്ങളുടെ മേലുള്ള അവകാശത്തെ കയ്യെ എടുത്തു മാറ്റുവാനായി ഞാൻ
കൽപ്പിക്കുന്നു. Come on people, pray, 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 pray. എല്ലാ Serious prayer. മക്കളും ഇപ്പോൾ എല്ലാ ദൈവമക്കളും കൈകൾ ഉയർത്തി Yes. പ്രാർത്ഥിക്കാനായി തുടങ്ങാമോ? In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Pray, pray, pray. a serious ശബ്ദം prayer. ഉയർത്തി ശബ്ദം ഉയർത്തി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക In the name of Jesus. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ Pray for a few minutes. ചില നിമിഷങ്ങളിലേക്ക് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക. Pray, pray, pray. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. Oh Jesus, hallelujah. Thank you Jesus. Pray, Oh pray. raba raba shika raba shantala raba na maushika raba da raba shese. Oh Jesus, oh Jesus, oh Jesus. Pray, 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 pray. Everywhere, pray.